പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രേക്ഷിത മാസത്തിൽ KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ മിസിയോ 2020 മൂന്നാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ മിസിയോ 2020 മൂന്നാം ദിവസത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഈ മൂന്നാമത്തെ ദിവസത്തിൽ നമുക്ക് ധ്യാന വിഷയമായി നൽകിയിരിക്കുന്നത് യേശുവിനെ ഉയർത്തുക. ഒരു പ്രേക്ഷിതൻ്റെ, ഒരു സുവിശേഷകൻ്റെ, ഒരു മിഷണറിയുടെ ഏറ്റവും വലിയ ദൗത്യം അവൻ കണ്ടുമുട്ടുന്ന, അവൻ അനുഭവിക്കുന്ന കർത്താവായ യേശുവിനെ ഉയർത്തുക. ഓരോ മിഷണറിക്കും സുവിശേഷ പ്രഘോഷകനും ഒക്കെ അനുഭവവേദ്യമാണ് യേശുനാമത്തിൻ്റെ ശക്തി. ലോകം മുഴുവനുമുള്ള വചന പ്രഘോഷകര്, സുവിശേഷകര്, അവർ മുന്നോട്ട് പോകുന്നത് യേശു എന്ന നാമത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷകന്റെ ജീവിതത്തിൽ ഡെലിവറൻസിൻ്റെ മേഖലകൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. ബാധ കൂടിയ വ്യക്തികളെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ എന്ന് പറയുമ്പോൾ ബാധകൾ ഒഴിഞ്ഞു പോകുന്നത് അനവധി സുവിശേഷ വചന പ്രഘോഷകരുടെ അനുഭവങ്ങളാണ്. നിരവധിയായ രോഗപീഠകളുള്ളവരെ അഭിമുഖീകരിക്കേണ്ടതായി വരുമ്പോൾ ഒരു സുവിശേഷകൻ, ഒരു പ്രേക്ഷിതൻ ഉപയോഗിക്കുന്ന മന്ത്രമെന്ന് പറയുന്നത് സ്വർഗം ലോകത്തിന് നൽകിയ, മനുഷ്യർക്ക് നൽകിയ യേശു എന്ന നാമമാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്താൽ നിന്റെ രോഗം വിട്ടുപോകട്ടെ എന്ന് പറയുമ്പോൾ കൃപകളുള്ള സുവിശേഷകൻ, വരങ്ങളുള്ള സുവിശേഷകൻ യേശു നാമത്തിൽ രോഗത്തെ ബന്ധിക്കുമ്പോൾ, രോഗത്തെ ശാസിക്കുമ്പോൾ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ ഈശോ ചെകിടന് കേൾവി ശക്തി കൊടുത്തതുപോലെ, കുരുടന് കാഴ്ചശക്തി കൊടുത്തതുപോലെ, തളർവാദ രോഗികളെ സുഖപ്പെടുത്തിയതുപോലെ, ബാധകൾ ഒഴിപ്പിച്ചതുപോലെ ഇന്നും യേശുനാമത്തില് അനവധിയായ വിടുതലുകള്, അനവധിയായ സൗഖ്യാനുഭവങ്ങള് ലോകത്തിന് ഇന്ന് സാധ്യമാകുന്നത് യേശുനാമത്തിൻ്റെ ശക്തിയാലാണ്. അതുകൊണ്ടാണ് മിസിയോ 2020 മൂന്നാമത്തെ ധ്യാന ചിന്ത യേശുവിനെ ഉയർത്തുക എന്ന വിഷയം എടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തെ യേശയ്യാ പ്രവാചകന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്ധകാരത്തിൽ ഉദയം ചെയ്ത പ്രകാശമായിട്ടാണ് മത്തായിയുടെ സുവിശേഷകൻ യേശുവിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അന്ധകാരത്തിൽ ഉദയം ചെയ്ത പ്രകാശം, മരണത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞവരുടെ മേലുള്ള ദീപ്തിപൂരമായിട്ടാണ് മത്തായിയുടെ സുവിശേഷകൻ യേശുവിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. മത്തായി 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരിക്കുന്നവര് ദീപ്തിപൂരം കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തിൽ കഴിയുന്ന ജനതയെ അന്ധകാരത്തിൽ കഴിയുന്ന ജനതയായി വിശേഷിപ്പിക്കാറുണ്ട്. അന്ധകാരത്തിൻ്റെ ശക്തികൾ ഇന്ന് ലോകത്ത് കൊടികുത്തി വാഴുകയാണ്. അക്രമം, അഴിമതി, മതനിന്ദ, അസന്മാർഗികത, മദ്യപാനം, വർഗീയത, ഭീകരവാദം, ഗുണ്ടായിസം, സ്വർണ്ണക്കള്ളക്കടത്ത്, ലവ് ജിഹാദ്, ഗർഭചിത്രം, ദയാവധം, അസഹിഷ്ണുത. അന്ധകാര അവൃതമായ ഈ സമൂഹത്തിന്
എന്തെങ്കിലും ഒരു മോചനമാർഗമുണ്ടോ? അന്ധകാരത്തിൽ കഴിയുന്ന സമൂഹത്തിന് എന്താണൊരു പ്രതിവിധി? ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഈ ഇരുണ്ടവസ്ഥയ്ക്കെതിരെ ധാരാളം നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും പലപ്പോഴും അതിനൊന്നും ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കാനാവില്ല. അന്ധകാര ശക്തികളെ ഉന്മൂലനം ചെയ്യാൻ നമ്മുടെ തിരുവചനം നമ്മളോട് പറയുന്നു, അന്ധകാരത്തിൽ കഴിയുന്ന ജനത്തിന് ഒരു പ്രകാശം ആവശ്യമല്ലേ? ആ പ്രകാശമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു. മരണത്തിൻ്റെയും ഇരുളിൻ്റെയും നിഴലിൽ കഴിഞ്ഞിരുന്നവരുടെ മേലുള്ള ദീപ്തിപൂരമാണ് കർത്താവായ ഈശോ. യേശുവാണ് ആ പ്രകാശം, യേശുവാണ് ആ ദീപ്തിപൂരം. ഓരോ മിഷണറിമാരും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടത് യേശുവാകുന്ന പ്രകാശത്തെയാണ്. പ്രിയപ്പെട്ടവരെ, മിസിയോ 2020 നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ യേശുനാമം വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 അത്ഭുത ശക്തിയേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലുമുന്നതനെ ആരാധിക്കാം യേശുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലുമുന്നതനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലുമുന്നതനെ ആരാധിക്കാം യേശുവിനെ. അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ, ആരിലുമുന്നതനെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം യേശുവിനെ ഉയർത്തുക എന്ന വിഷയം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായ ബ്രദർ സജിത് ജോസഫാണ്.
ലോകം മുഴുവൻ ഈശോയെ പ്രഘോഷിച്ചു നടന്ന സഹോദരൻ ഡെലിവറൻസ് ശുശ്രൂഷകളിലൂടെ, രോഗശാന്തി ശുശ്രൂഷകളിലൂടെ, വരങ്ങളിലൂടെ, ദൈവകൃപകളിലൂടെ യേശുനാമത്തിന് സാക്ഷ്യം വഹിച്ച ബ്രദർ സജിത് ജോസഫ്, അദ്ദേഹം കത്തോലിക്ക സഭയുടെ വിശ്വാസം സ്വീകരിക്കുകയും ഈ പ്രൊക്ലമേഷൻ കമ്മീഷന്റെ ചെയർമാൻ അഭിവന്യ സിൽവസ്റ്റർ പൊന്നുമത്തൻ പിതാവ് ഹൃദയപൂർവ്വം അദ്ദേഹത്തെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചു. ഇന്ന് കത്തോലിക്ക സഭയുടെ പേരിൽ ലോകം മുഴുവൻ ദൈവജനത്തിനോട്, ലോകത്തിനോട് യേശുനാമത്തെ പ്രഘോഷിച്ച് അടയാളങ്ങളിലൂടെ, കൃപകളിലൂടെ വചനം പ്രഘോഷിക്കുന്ന ബ്രദർ സജിത് ജോസഫിനെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ മിസിയോ 2020 പേരിൽ ഒത്തിരി സ്നേഹത്തോടെ ഈ വിഷയം അവതരിപ്പിക്കാനായി അച്ഛൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വലതുകരം ഉയർത്തിപ്പിടിച്ച് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ആ ബ്രദറിലൂടെ ദൈവത്തിൻ്റെ വചനം ഇന്ന് ഞങ്ങളോട് സംസാരിക്കട്ടെ. യേശു നാമത്തിൻ്റെ ശക്തി ഉയർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നാമമല്ല കർത്താവേ, ഒരു പ്രേക്ഷിതന്റെ കഴിവല്ല കർത്താവേ, ഒരു സുവിശേഷകന്റെ കഴിവല്ല കർത്താവേ. നിന്റെ നാമമാണ്, നിന്റെ കഴിവുകളാണ്, നിന്റെ കൃപകളാണ്, നിന്റെ വരങ്ങളാണ് ഞങ്ങളിലൂടെ ഈ ലോകത്തിന്റെ മേൽ വന്ന് പതിയേണ്ടത്. കർത്താവേ, ഈ ദിവസത്തില് ഞങ്ങൾക്ക് വേണ്ടി വചനം പറയാൻ ഇവിടെ സന്നിഹിതനാകുന്ന സജിത് ജോസഫ് എന്ന ആ ശുശ്രൂഷകനെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിനെ നൽകി ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നാമത്തിന്റെ ശക്തിയാൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ ആ ബ്രദറിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. ബ്രദർ സജിത്തിനെ ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ ക്ഷണിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ മിസിയോ 2020 എന്ന പേരിൽ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന ഈ വിശേഷ ധ്യാന നിമിഷങ്ങളിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. ഷെക്കേന TV-യിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളിൽ ഈ വലിയ സുവിശേഷീകരണ ദൗത്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന ഈ പ്രത്യേക ശുശ്രൂഷയിൽ തീമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ അവസരം കിട്ടുന്ന ഇടത്തെല്ലാം എത്രത്തോളം ഉയർത്താൻ കഴിയുമോ അത്രത്തോളം ഉയർത്തുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ ഉയർത്തുക എന്ന ഈ തുടർമാനമായി നടക്കുന്ന ഈ വചന ശുശ്രൂഷ പരമ്പരകളിലേക്ക് വിശേഷിച്ച് സ്വാഗതം. പ്രിയമുള്ളവരെ, വളരെ ആനുകാലിക പ്രസക്തിയുള്ള, എന്നാൽ അത്ര കണ്ട് പ്രസക്തി എല്ലാവരും മനസ്സിലാക്കാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മിസിയോ 2020 ഒക്ടോബർ മാസത്തിലെ ഈ രക്ഷണീയ പ്രവൃത്തിയുടെ ദൗത്യത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഈ വിഷയം. എന്തുകൊണ്ട് യേശുവിനെ മാത്രം ഉയർത്തണം? ഇന്നത്തെ ഈ ചിന്തയ്ക്ക് ഉപോത്ഫലകമായിട്ട് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുലിഖിതം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾക്കിടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ വായിച്ചത് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ്. പൗലോസ് ലീഹയുടെ വളരെ വിശിഷ്ടമായ കൊരിന്തിൽ എത്തിയപ്പോൾ എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആ തീരുമാനം? ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ കൊരിന്തോസിലായിരുന്നപ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, എന്നിട്ട് എടുത്തു പറയാണ്, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു.
പൗലോസ്ലീഹ വ്യക്തിപരമായി എത്തുന്ന ഒരു ഉപസംഹാരമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, ക്രൂശിതനായ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. നമുക്കറിയാം, പൗലോസ്ലീഹയെ പോലെ വളരെ കുലീനമായ ഒരു പൈതൃകത്തിൽ നിന്ന്, പശ്ചാത്തലത്തിൽ നിന്ന് ഈശോയെ അനുഗമിക്കുവാനായി തീരുമാനിച്ച വ്യക്തിത്വം. അന്നത്തെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുവാൻ അവസരം കിട്ടിയ, ജ്ഞാനത്തിൻ്റെ കേദാരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, വിദ്യാബഹുത്വത്താൽ പൗലോസേ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നുവെന്ന് അന്നത്തെ രാജാക്കന്മാരും ദേശാധിപതികളും പറയത്തക്ക തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ നിലവാരമുണ്ടായിരുന്ന ശ്രേഷ്ഠ അപ്പോസ്തലൻ കൊരിന്തിൽ വന്നപ്പോൾ അദ്ദേഹം കൈക്കൊണ്ട ഒരു നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം നമ്മോട് കൊരിന്ത്യ ലേഖനത്തിലൂടെ അറിയിക്കുകയാണ്. അത് വേറൊന്നുമല്ല, ക്രൂശിതനായ യേശുവിനെ, ആദ്യമേ എടുത്തു പറയുകയാണ്, യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. രണ്ടാമത് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ, ക്രൂശിതനായ യേശുവിനെ അല്ലാതെ വേറൊന്നും അറിയേണ്ടതേയില്ല എന്ന മനോഭാവത്തോടുകൂടെ കൊരിന്തിലായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്നൊന്ന് വിശദീകരിച്ചിട്ട് നമുക്കിതിൻ്റെ ആനുകാലിക പ്രസക്തിയും ഇന്ന് നാം ഇതൊരു തീരുമാനം എടുക്കേണ്ട വിഷയവും കൂടി ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. പ്രത്യേകിച്ച് ഷെക്കേന ടി വിയിലൂടെ ഇന്ന് ഈ ശുശ്രൂഷകൾ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ ഈ വചനം ശ്രദ്ധിക്കുവാനായിട്ട് നമുക്കിടവരട്ടെ. ഇതിന് മുന്നിട്ടിറങ്ങിയ KRLCBCയുടെ ഈ മിസിയോ 2020 എന്ന ഈ ഒക്ടോബർ മാസത്തിലെ ഈ വചന ശുശ്രൂഷകൾ നമ്മുടെ വീടുകളിലെത്തുന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമായി തീരുന്നുവെന്ന് വളരെ ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊരിന്തിലെ സാഹചര്യം കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ആനുകാലിക ലോകത്തിൻ്റെ ഏകദേശം തത്തുല്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 1-ാമത്തെ അധ്യായം നമുക്ക് വായിക്കാം. 1-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനം, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ ആദ്യം വായിച്ചത്. 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. യഹൂദന്മാർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദന്മാർക്കും ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസ്ലീഹയുടെ കേൾവിക്കാര് 3 ഗ്രൂപ്പായിരുന്നു. 1 യഹൂദന്മാരാണ്, 2 യവനന്മാരാണ്, 3 വിജാതീയരാണ്. യഹൂദന്മാർ അന്വേഷിക്കുന്നത്, 22-ാമത്തെ വചനം, യഹൂദന്മാർ അടയാളങ്ങൾ അന്വേഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. യേശുവിൽ വിശ്വസിക്കാം, അടയാളമുണ്ടോ? ഗ്രീക്കുകാരാകട്ടെ ജ്ഞാനം അന്വേഷിക്കുകയാണ്, അവർ ജ്ഞാനത്തിൻ്റെ പിന്നാലെയാണ്. ഈ വിജാതീയർക്കാകട്ടെ ഗ്രീക്കുകാർ അന്വേഷിക്കുന്ന ജ്ഞാനമോ യഹൂദന്മാർ അന്വേഷിക്കുന്ന അടയാളമോ എല്ലാം ഭോഷത്വമാണ്, വിഡ്ഢിത്തരമാണ്. ഇതിൻ്റെയൊന്നും പിന്നാലെ പോയി സമയം കളയരുതെന്ന് പറയുകയാണ്. അപ്പം 3 ഓഡിയൻസിനെ മുന്നിൽ കാണുക. അടയാളം അന്വേഷിക്കുന്ന യഹൂദനും ജ്ഞാനം അന്വേഷിക്കുന്ന യവനനും, ഇതെല്ലാം ഭോഷത്വം എന്ന് പറയുന്ന വിജാതീയരും. 3 കൂട്ടരോടും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പൗലോസ്ലീഹ പ്രസംഗിക്കുകയാണ്. എന്തുകൊണ്ടാണ്? 23-ാമത്തെ ഞങ്ങളാകട്ടെ, ഇങ്ങനെ 3 കൂട്ടർ 3 കാര്യം ആവശ്യപ്പെടുമ്പോൾ, ഞങ്ങളാകട്ടെ യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് പൗലോസ്ലീഹ ആവശ്യക്കാരൻ്റെ ആവശ്യമനുസരിച്ച് തൻ്റെ പ്രസംഗ വിഷയം മാറ്റാതെ ക്രിസ്തു എന്ന കേന്ദ്രബിന്ദുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ക്രിസ്തുവിനെ മാത്രം ഉയർത്തി എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിലാണ്. നോക്കൂ, ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്. യഹൂദന്മാർ 23 പോലെ, ഞങ്ങളാകട്ടെ യഹൂദന്മാർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 24-ാമത്തെ വചനം, വിളിക്കപ്പെട്ടവർക്ക് യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്, ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. യഹൂദന്മാർക്കെന്നോ വിജാതിയർക്കെന്നോ യവനന്മാർക്കെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തുള്ള എല്ലാ ജാതിയിൽക്കും, ഏത് ഭാഷ, ഏത് ഗോത്രം, ഏത് വംശം, ഒന്നൊന്നും വ്യത്യാസമില്ലാതെ വിളിക്കപ്പെടുന്ന എല്ലാവർക്കും
എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകലർക്കും ക്രിസ്തു എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് ക്രിസ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമായ ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നും പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. യഹൂദന്മാരുടെ കേൾക്കാൻ ഇമ്പമാർന്ന കർണരസമാർന്ന രീതിയിൽ പ്രസംഗം ഉണ്ടാക്കാൻ പോയില്ല. യേശുക്രിസ്തുവിനെ ഇതര സങ്കല്പങ്ങളുമായി ചേർത്ത് വെച്ച് അതുപോലൊരു സങ്കല്പമാണ് ഇത് എന്ന് പറയാനും പൗലോസ്ലീഹ പോയില്ല. ക്രിസ്തുവിൻ്റെ മാധുര്യത മനസ്സിലാക്കിയ അപ്പോസ്തോലൻ മറ്റൊന്നും പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എന്തു പറഞ്ഞാലും ഇത് പറയുന്ന പോലെ ആവില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. വേറെ എന്തെല്ലാം പ്രസംഗിച്ചാലും വേറെ എന്തെല്ലാം പഠിപ്പിച്ചാലും ക്രിസ്തുവിനെ പറയുകയും ക്രിസ്തുവിനെ പഠിപ്പിക്കുകയും ചെയ്ത പോലെ ആവുകയില്ല. അത്രയ്ക്ക് നിസ്തുല്യമാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തു കേന്ദ്രീകൃതമായ ചിന്തയും പ്രഭാഷണവും എന്ന് മനസ്സിലാക്കിയ അപ്പോസ്തോലൻ ബൃഹത്തായ തൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ശക്തമായ ജ്ഞാനത്തിലേക്ക് വ്യക്തിപരമായി എത്തിച്ചേരുകയാണ്. താൻ തീരുമാനിക്കുകയാണ്, ഞാൻ വേറൊന്നും പറയുന്നില്ല എന്ന് തീരുമാനിച്ചു. ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും പറയുന്നില്ല. ചില വാക്യങ്ങളൂടെ ഞാൻ വായിക്കാം. 24-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം. വിളിക്കപ്പെട്ടവർക്ക്, യഹൂദന്മാർക്കായിക്കോട്ടെ ഗ്രീക്കുകാർക്കായിക്കോട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമായ ക്രിസ്തു എന്ന ക്രിസ്തു വിജ്ഞാനീയത്തിൻ്റെ ഏറ്റവും ബൃഹത്തായ ഒരു വെളിപാടിലേക്ക് അപ്പോസ്തലൻ നമ്മെ നയിക്കുന്നത്. ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമാണ്. ഈ അധ്യായം ആരംഭിക്കുമ്പോൾ അപ്പോസ്തലൻ 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അപ്പോസ്തലന് എത്തിച്ചേർന്ന തൻ്റെ ശക്തമായ തീരുമാനത്തെ വീണ്ടും ആവർത്തിക്കാനായിട്ടുള്ള അടിസ്ഥാന 4 ശിലകളെ അവതരിപ്പിക്കുകയാണ്, 4 തത്വങ്ങളെ അവതരിപ്പിക്കുകയാണ്. ആ ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവും കൂടെ ഈ വിഷയത്തിനകത്ത് ചേർന്ന് വരികയാണ്. എന്തുകൊണ്ട് ക്രിസ്തു മാത്രം? എന്തുകൊണ്ട് ക്രിസ്തുവിനെ മാത്രം ഉയർത്തണം? ആനുകാലിക സംഭവങ്ങളോ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളോ ഇന്ന് നാം ആയിരിക്കുന്ന മതവ്യവസ്ഥിതികളോ അല്ലെങ്കിൽ മനുഷ്യർക്ക് സഹായകമെന്ന് ഇന്ന് നമുക്ക് തോന്നുന്ന മറ്റു കാര്യങ്ങളോ ഉയർത്തുന്നതിന് പകരം എന്തുകൊണ്ട് ക്രിസ്തുവിനെ മാത്രം? അതും എന്തുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിനെ മാത്രം? എന്തുകൊണ്ട് യേശുവിനെ ഇത്ര ഉയർത്തണം? ഇതിന് പ്രാധാന്യം വീണ്ടും അപ്പോസ്തലൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എവിടെയാണ്? 1-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ശ്രദ്ധിക്കൂ, യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ആ വാക്യം ഇങ്ങനെ തുടരുന്നു, ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക്, പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. പിതാവായ ദൈവം യേശുക്രിസ്തുവിൽ നമുക്ക്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി എന്തൊക്കെയാണ്? ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അവിടെയാണ് അപ്പോസ്തലൻ 2-ാം അധ്യായത്തിലെ ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും ഞാൻ പറയുകയില്ല എന്ന വലിയ ദൗത്യത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ കാരണം പറയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനവും 31-ാമത്തെ വചനവും. ദൈവം യേശുവിനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. നമ്മുടെ ജ്ഞാനവും നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ നീതീകരണവും, അല്ലേ? അങ്ങനെ ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു ദൈവം യേശുക്രിസ്തുവിനെ. അപ്പോൾ വേറൊന്നിനെയും ഇങ്ങനെ ആക്കിയിട്ടില്ല, വേറൊന്നിനെയും കുറിച്ചും ഇങ്ങനെ പറയാനില്ല. വേറെ ഒന്നും നമ്മുടെ ജ്ഞാനമല്ല, വേറെ ഒന്നും നമ്മുടെ നീതിയല്ല, വേറെ ഒന്നും നമ്മുടെ വിശുദ്ധീകരണമല്ല, വേറെ ഒന്നും നമ്മുടെ പരിത്രാണമല്ല. എന്നാൽ ക്രിസ്തു ജ്ഞാനമാണ്, നീതിയാണ്, വിശുദ്ധീകരണമാണ്, പരിത്രാണമാണ്. അപ്പോൾ ക്രിസ്തുവിനെ അല്ലാതെ വേറെ എന്താണ് പറയേണ്ടതുള്ളത്? ക്രിസ്തുവിനെ അല്ലാതെ വേറെ എന്താണ് പ്രഘോഷിക്കപ്പെടേണ്ടത്? KRLCBC മുൻഗണന നിശ്ചയിച്ച്
മിസിയോ 2020 എന്ന പേരിൽ ഈ ഒക്ടോബർ മാസത്തിൽ ഷെക്കേന ടെലിവിഷനിലൂടെ നമ്മുടെ വീടുകളിൽ പ്രൊക്ലമേഷൻ്റെ ആ സുവിശേഷീകരണത്തിൻ്റെ ആനുകാലിക പ്രസക്തി ഊട്ടി ഉറപ്പിക്കുവാനായി ഇതുപോലുള്ള കർത്തവ്യങ്ങൾ നടത്തി വരുമ്പോൾ നമ്മുടെ അരക്കെട്ട് ഉറപ്പിക്കേണ്ടിയ ഒരു വലിയ യാഥാർത്ഥ്യമാണ്, ഏത് സാഹചര്യത്തിലും എവിടെയും എപ്പോഴും ഉത്തരവും വഴിയുമായി ഉയർത്തിക്കാട്ടുവാൻ കഴിവുള്ള ഏകനാമം അത് യേശുവിൻ്റെ നാമമാണ്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് എന്താണ്? എന്നിട്ട് 31-ാമത്തെ വചനം പറയുകയാണ്. ശ്രദ്ധിക്കൂ, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 31-ാമത്തെ വചനം. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ശ്രദ്ധിക്കണം ആ വാക്ക്. എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. കൊരിന്തോസ് 1:31-ാം അധ്യായത്തിന് 31-ാമത്തെ വചനം. ആരേലും പ്രശംസിക്കുന്നുവെങ്കിൽ, ആരേലും പുകഴുന്നുണ്ടെങ്കിൽ അവർ കർത്താവിൽ പുകഴട്ടെ, കർത്താവിൽ അഭിമാനിക്കട്ടെ. കാരണം കർത്താവാണ് നമ്മുടെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും. വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി മാറിയ കർത്താവിലല്ലാതെ വേറെ ഒന്നിലും അഭിമാനിക്കാൻ വകയില്ല. അപ്പോൾ യഹൂദരുണ്ടവിടെ, യവനന്മാരുണ്ടവിടെ, ജാതികളുണ്ടവിടെ. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ജാതികൾക്ക് ഇതെല്ലാം ഭോഷത്വമാണ്. പക്ഷെ 3 പേരുടെ അടുത്ത് ഒറ്റ യേശുക്രിസ്തുവിനെ, അത് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ മാത്രം അപ്പോസ്തലൻ ഉയർത്തുന്നതിൻ്റെ കാരണം, ആരേലും അഭിമാനിക്കുന്നെങ്കിൽ അവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. കാരണം കർത്താവിൽ അവൻ്റെ മുഴുവൻ ഐഡൻറ്റിറ്റിയും മാറിയിരിക്കുക. യേശുക്രിസ്തുവിൽ നമ്മുടെ വ്യക്തിത്വം മാറിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ നമ്മുടെ നിലനിൽപ്പ് മാറിയിരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ നമ്മുടെ ആസ്തിക്യം, എക്സിസ്റ്റൻസ് തന്നെ യേശുക്രിസ്തുവിൽ മാറിയിരിക്കുകയാണ്. യേശു നമ്മുടെ ജ്ഞാനവും, യേശു നമ്മുടെ നീതിയും, യേശു നമ്മുടെ പരിത്രാണവും, യേശു നമ്മുടെ വിശുദ്ധീകരണവുമായി മാറിയിരിക്കുകയാണ്. ഈ കാര്യം മേളി പറഞ്ഞിട്ടാണ് 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് സഹോദരന്മാരെ, 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത്, ശ്രദ്ധിക്കണേ, വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. കണ്ടോ, വാക്ചാതുര്യത്താലോ വിജ്ഞാനത്താലോ അല്ല നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ, കേട്ടോ, വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. വാഗ്വിലാസവും വിജ്ഞാനവും തൻ്റെ കയ്യിൽ, തൻ്റെ കലവറയിലുള്ളപ്പോൾ, വാക്ചാതുര്യം, വാഗ്മിയായി സംസാരിക്കാൻ തനിക്ക് ത്രാണിയും പ്രാപ്തിയും ഉള്ളപ്പോൾ, തന്നെ പോലെ വാക്ചാതുര്യമില്ലാത്തവരില്ലാതിരിക്കുമ്പോൾ, തുല്യം പറയാൻ കഴിയാത്ത തരത്തിൽ ആ കാലഘട്ടത്തിൽ ജ്ഞാനിയായിരുന്നിട്ടും തൻ്റെ വാക്ചാതുര്യവും തൻ്റെ ജ്ഞാനപാഠവും അപ്പോസ്തലൻ ഉപയോഗിച്ചില്ലത്രേ. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാഞ്ഞേ? അത് നമുക്ക് വായിക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഇടയിലിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അത് ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. തൻ്റെ ജ്ഞാനം കയറി ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശക്തിയെ മറയ്ക്കുമോ എന്ന ഭയചകിതയോടെ അപ്പോസ്തലൻ കൊരിന്തിലായിരുന്നുവെന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം പറയും. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ, നോക്കിയോ, നിങ്ങളുടെ മുമ്പിലായിരുന്നപ്പോൾ ഞാൻ ദുർബലനും, ഐ വാസ് വീക്ക് ആൻഡ് ഐ വാസ് ട്രംബിൾ, ഞാൻ ബലഹീനനും ഭയമുള്ളവനുമായിരുന്നു. കാരണം എൻ്റെ ജ്ഞാനത്തിൻ്റെ വൈഭവവും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തിയും ചേർന്നിരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തി മുന്നോട്ട് പോകുന്നതിന് പകരം എൻ്റെ ജ്ഞാനം മുമ്പോട്ട് പോകുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. ഇത് ആനുകാലിക വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായി ഇന്ന് KLCBC പ്രൊക്ലമേഷൻ കമ്മീഷൻ നമ്മുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ, ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രസംഗങ്ങളുടെ ആവശ്യകത മറ്റൊന്നിനും വാസ്തവമായി വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മോട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ഉയർത്തപ്പെട്ടാൽ
wherever I lifted up, ഞാൻ എവിടെ ഉയർത്തപ്പെടുന്നോ ഞാൻ എങ്കിലേക്ക് സകലരെയും ആകർഷിക്കും. ക്രിസ്തുവിനെ ഉയർത്തുന്നിടത്തും മാത്രം സംഭവിക്കുന്ന കാര്യമാണത്. വേറെ എന്തുയർത്തിയിട്ടും കാര്യമില്ല. ആദ്യം ഞാൻ പറയും, വേറെ ഒന്നും ഉയർത്താൻ യോഗ്യമല്ല. വേറെ എന്തെങ്കിലും ഉയർത്താൻ യോഗ്യമുണ്ടായിരുന്നെങ്കിൽ അതോടുകൂടെ ഇതോടുകൂടെ അതോം കൂടെ ചേർത്ത് ഉയർത്താമായിരുന്നു. ഇതല്ലാതെ വേറൊന്നും ഉയർത്തുവാൻ യോഗ്യമല്ല. ഏറ്റവും ഉയർത്തുവാൻ യോഗ്യമായത് ക്രിസ്തുവാണ്, വേറൊന്നില്ല. അപ്പോസ്തലനായ പൗലോസ്ലീഹ താൻ പരീശനായിരുന്നു എന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തുകയാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ എന്നാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിലെ വള്ളിയോ പുള്ളിയോ കുത്തോ കോമയോ വിട്ടുകളയാതെ അനുസരിക്കുന്നുവെന്ന് ഊറ്റം കൊള്ളുന്ന പരീശവർഗത്തിൻ്റെ മുൻപനായ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ നീതിയുടെ മുമ്പിൽ ശിരസ് നമിച്ച് തന്നെ സാഷ്ടാംഗം പ്രണമിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശിന് മുമ്പിൽ തന്നെ വിട്ടുകൊടുത്ത് ക്രൂശിതനായവനിൽ കണ്ട വ്യത്യസ്തതയോടുകൂടെ താൻ പുറത്തു വരികയാണ്. ആ പുറത്തു വന്ന വിശുദ്ധ പൗലോസ്ലീഹ ഇവിടെ ഇതാ വളരെ ശക്തമായി നമ്മോട് പ്രബോധിപ്പിക്കുന്നു. ഞാൻ കണ്ട ക്രിസ്തുവിൻ്റെ മഹത്വം അത് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ പിടിച്ചവനെ എനിക്ക് പിടിക്കാമോ എന്ന് വിചാരിച്ച് പിന്തുടരുകയാണ്. ദാമസ്കസിൽ വെച്ച് നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന പ്രഭാവത്തിൽ തൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന അകാലപ്രജ പോലെയുള്ള തൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന ക്രിസ്തുവിൻ്റെ അസാധാരണമായ പ്രകാശശോഭയിൽ തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി വേർതിരിച്ച മനുഷ്യൻ ദാമസ്കസ് മുതൽ ഇപ്പോഴിതാ റോമിൽ തടവുള്ളിയായി സീസറുടെ അഭയം ചൊല്ലുകയാൽ തടവുള്ളിയായി എത്തുന്ന സമയത്ത് റോമിലെ കാരാഗൃഹത്തിൽ കിടന്ന് താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് എഴുതപ്പെടുന്ന ലേഖനത്തിൽ 30 വർഷത്തെ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകെ ചിത്രം നമ്മെ ഒന്ന് അറിയിക്കുവാനും നമ്മുടെ മുമ്പിലൊന്ന് വരച്ച് കാട്ടുവാനും താല്പര്യപ്പെടുന്നു. ആ വരച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ, കാരാഗ്രഹ ലേഖനത്തിൽ നമ്മോട് പറയുന്നത്, എന്നെ പിടിച്ചവനെ എനിക്ക് പിടിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ പിന്തുടരുകയാണ്. നേടിയെന്നല്ല. അപ്പോൾ എന്താണ് തന്നെ പിടിച്ചത്? നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. ആരാണ് നീ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായി അശരീരി ആകാശത്ത് നിന്ന് മുഴങ്ങിയത് ഇതാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ, നസറേയനായ യേശുവാണ് ഞാൻ. അവിടെയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ചിന്ത, ക്രിസ്റ്റോസെൻട്രിക് തോട്ട് വിശുദ്ധ പൗലോസ്ലീഹയിൽ ആരംഭിക്കുന്നത്. പൗലോസ്ലീഹയുടെ അറിവിൽ ഒടിഞ്ഞ വെഞ്ചും ചെരിഞ്ഞ മേശയും ശരിയാക്കുന്നത് അച്ചക്കൊറ്റൻ എന്ന പേരുകൊണ്ട് അറിവുള്ള ഒരു യെരുസലേമിൽ വന്നും പോയി നിൽക്കുന്ന നസ്രത്ത് എന്ന ഗ്രാമത്തിൻ്റെ പിൻബലത്തിൽ നിൽക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ യേശു എന്ന പേരുള്ള ഒരാളുണ്ട് എന്ന ചിന്തയിൽ നിന്ന് നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ നീതി സൂര്യൻ്റെ മായാത്ത പ്രഭയോടെ തൻ്റെ മുമ്പിൽ വന്ന് വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ തുറിച്ചു നോക്കി നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നസ്രയനായ യേശു ആകുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ അതുവരെ താൻ നടന്നു വന്ന പാതകൾ മുഴുവൻ ഉപേക്ഷിച്ച് ക്രിസ്തുവിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് ഇനി ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ക്രിസ്തുവാണ് എന്ന് പറയുവാൻ മടിയില്ലാതെ ഉയർന്നു വന്ന അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, ജീവിതത്തിൻ്റെ ഒരൊറ്റ ലക്ഷ്യം, ഒരൊറ്റ യാത്ര, ഒരു യാത്രയിൽ ഒരൊറ്റ ലക്ഷ്യം, അത് വല്ലവിധേനയും എന്നെ പിടിച്ചവനെ എനിക്ക് പിടിക്കണം. കൊരിന്തിലെന്നല്ല, കൊളോസ്സയിലെന്നല്ല, ഫിലിപ്പിയിലെന്നല്ല, തെസലോനിക്കയിൽ നിന്നല്ല, എഫെസോസിലെന്നല്ല, എവിടെ ചെന്നാലും ഇത് മാത്രമേ അപ്പോസ്തലന് ഉണ്ടാകുകയുള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ. ഉയർത്തുവാണോ? ഉയർത്താൻ യോഗ്യമായ നാമത്തെ ഉയർത്തണം. കാരണം ദൈവം ഏറ്റവും ഉയർത്തിയ നാമം ക്രിസ്തുവിൻ്റെ നാമമാണ്. എല്ലാ നാമത്തിനും മേലായ നാമം ക്രിസ്തുവിൻ്റെ നാമം. അവൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും സകല മുഴങ്കാലും മടങ്ങി എല്ലാ നാവും യേശു തന്നെ ക്രിസ്തു എന്ന ദൈവനാമ മഹത്വത്തിനായി ഏറ്റു ചൊല്ലേണ്ടി വരുമെന്ന് വചനം പറഞ്ഞിരിക്കെ എന്തിനാ മടിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്താൻ? ആരെല്ലാം ഏതെല്ലാം ഗുണങ്ങൾ വെച്ച് നീട്ടിയാലും യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. നമുക്കറിയാം, പൗലോസ്ലീഹയുടെ മിഷണറി യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിപ്പാൻ അപ്പോസ്തലൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കൊരിന്ത് എന്ന് പറയുന്നത്.
ഇവിടെ വെച്ചാണ് അക്കിലാവിനെയും പ്രസ്കില്ലയും ഒക്കെ ആയിട്ടുള്ള ഇടപെടലും അങ്ങനെയുള്ള കൂടാരപ്പണി പോലുള്ള ജോലി കാര്യങ്ങളിലേക്കൊക്കെ അപ്പോസ്തലൻ വ്യാപൃതനാകുന്നത്. എന്നാൽ ആ യാത്രയുടെ നീണ്ട ഘട്ടത്തിൽ ഒരല്പം കൂടുതൽ സമയം എഫെസോസിലോ കൊരിന്തിലോ ഒക്കെ താമസിക്കേണ്ടി വന്നാലും അപ്പോസ്തലന് ഉറച്ച നിലപാടുണ്ടായിരുന്നു. വാ തുറന്നാൽ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ, നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായ യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുമ്പിൽ ദുർബലനും ഭയചകിതനുമായിരുന്നു ഞാൻ. എന്താ ദുർബലയ്ക്കും ഭയചകിതയ്ക്കും കാരണം? 4-ാമത്തെ വചനം ശ്രദ്ധിക്കുക. എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് അടിസ്ഥാനം മാനുഷിക ശക്തിയാകാതെ, മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകുന്നതിനായിരുന്നു. അത് ഏത്? നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം മാനുഷിക ജ്ഞാനമാകാതെ ദൈവശക്തിയാകണം. ഹല്ലേലൂയ. The foundation of your faith, where you put your faith, അതാ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം കേവലം ഫിലോസഫിക്കൽ നോളജിലാകരുത്, ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഇൻ ദ റിയൽ വിസ്ഡം. യഥാർത്ഥ ജ്ഞാനത്തിലായിരിക്കണം അത്. യഥാർത്ഥ ജ്ഞാനം ഏതാ? 1 കൊരിന്തോസ് 1:30 പറഞ്ഞു, ക്രിസ്തുവാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പം പൗലോസ് ലീഹ കൊരിന്തോസിൽ വന്നപ്പം വാക്ചാതുര്യം ഉപയോഗിച്ചില്ല, തൻ്റെ ജ്ഞാനപാടവങ്ങൾ ഉപയോഗിച്ചില്ല. അറിവിൻ്റെ കേദാരമായിരുന്ന മനുഷ്യൻ വിക്കലോടും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാത്തവരെയും പോലെ സംസാരിച്ചു. കാരണം തന്നെ ആരും കാണരുതെന്നും താൻ ഉയർത്തുന്ന ക്രിസ്തുവിനെ എല്ലാവരും കാണണമെന്നും ആഗ്രഹിച്ചപ്പോൾ താൻ മറഞ്ഞു, ക്രിസ്തു തെളിഞ്ഞു. ഞാനോ കുറയണം, അവനോ എന്നിൽ വളരണമെന്ന് യോഹന്നാൻ സ്നാപകന്റെ അതേ വഴിയിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ കടന്നു വരികയാണ്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ മറയണം, അവൻ തെളിയണം. അവിടുന്ന് തെളിയണം. അത് ആ ചിന്തയിലാണ് വരുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമാകാതെ ദൈവശക്തിയാകണം. കാരണം ദൈവശക്തി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നമ്മൾ ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ സർവശക്തനായ ദൈവം എന്ന ഒരു വിശേഷണം നൽകുമ്പോൾ ഓർക്കുക, ആ ഒംനിപൊട്ടൻ്റ് അല്ലെങ്കിൽ ഒംനീഷ്യൻ്റ് ഗോഡ് എന്ന് പറയുന്ന ആ എബിലിറ്റി, ആ എബിലിറ്റി ദൈവത്തിൻ്റേത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കുക, വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം. ജോലി സ്ഥലത്തായിക്കോട്ടെ, പ്രസംഗമധ്യ ആയിക്കോട്ടെ, വലിയ സമർപ്പണത്തോടെ ക്രൈസ്തവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന അൽമായരെ ഞാനിപ്പോൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗരോഹിത്യത്തിൻ്റെ വിളി മനസ്സിലാക്കി, അതിൻ്റെ ചൈതന്യം മനസ്സിലാക്കി, തങ്ങളുടെ ജീവിതം തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ച ശ്രേഷ്ഠരായ വൈദികരും അവരുടെ മേലുള്ള മേൽപ്പട്ടക്കാരും എല്ലാം ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ സന്യസ്തരുടെ ആഴമായ സമർപ്പണത്തോട് ചേർന്ന് ഇന്ന് നമുക്കെല്ലാവർക്കും ഉറച്ച ഒരു തീരുമാനം എടുക്കേണ്ടിയ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ മണ്ണിൽ, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിനെ, അത് ക്രൂശിതനായ ക്രിസ്തുവിനെ, യേശു ക്രിസ്തു ഏക സത്യ നിത്യ ദൈവം എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറയേണ്ടിയ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കേരള CBC ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത്, പ്രത്യേകിച്ച് പ്രൊക്ലമേഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നു. അഭിവന്ദ്യ സെൽവസ്റ്റർ പൊന്നുമത്തൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുന്നു. മിസ്സിയോ 2020 എന്ന പേരിൽ ഒക്ടോബർ മാസത്തിൽ ഈ ശുശ്രൂഷകൾ നമ്മുടെ വീടുകളിൽ എത്തുന്നു എന്നറിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഷെഖേന TVയും അതിൽ ഇൻവോൾവ് ആകുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഇത് വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയവും ആനുകാലിക പ്രസക്തിയുള്ള സമയവുമാണ്. ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തൊരു തലമുറ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. അനുരഞ്ജനത്തിൻ്റെ പടവുകളിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന മുഴുവൻ അടർച്ചകളെയും കണ്ടറിഞ്ഞ് ഉണർന്നില്ല എങ്കിൽ അധികം കാലം ഈ ക്രൈസ്തവൻ്റെ നാമധാരികളായി അല്ലെങ്കിൽ ക്രൈസ്തവ നാമധാരികളായി നമുക്ക് നടക്കേണ്ടി വരികയില്ല. എന്നെല്ലാം സത്യത്തിൽ നാം കലർപ്പുണ്ടാക്കിയോ അന്നെല്ലാം സത്യം നമ്മിലൂടെ ഒതുക്കപ്പെട്ടിട്ടുണ്ട്, നമുക്ക് ഛിദ്രത വന്നിട്ടുണ്ട്, നാം തകർന്നിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ നടപടികളിൽ ഒരു സഭയെ നമുക്ക് കാണാൻ കഴിയുന്നു. അവരാവർത്തിച്ച്
ബഹുമാനപ്പെട്ട അലോഷ്യസ് അച്ഛൻ ഈ വിഷയം സംസാരിക്കുവാനായി എൻ്റെ അടുക്കൽ വന്നപ്പോൾ ആദ്യമേ എൻ്റെ മനസ്സിൽ വന്ന ഏക പ്രധാന ചിന്ത അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ 28 അധ്യായങ്ങളിൽ നടപടികളുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് എൻ്റെ അന്വേഷണത്തിൽ 27-ലധികം സ്ഥലത്ത് 28 അധ്യായത്തിൽ അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചു, അവർ യേശുവിനെ ഉയർപ്പിച്ചു, അവർ യേശുവിനെ ഉയർത്തി. ഹല്ലേലൂയ. അവർ ക്രിസ്തുവിനെ ഭയം കൂടാതെ പ്രസംഗിച്ചു. അവർ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും പ്രസംഗിച്ചില്ല. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. അവർ കവലകളിൽ നിന്ന്, തെരുക്കോണുകളിൽ നിന്ന്, ദേവാലയ അങ്കണങ്ങളിൽ നിന്ന്, ഗോപുരങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ചു. അതിന്റെ തെളിവായിരുന്നു 120-ലേക്കും 12-ൽ നിന്ന് 120-ലേക്കും 70-ൽ നിന്ന് 120-ലേക്കും 3000-ലേക്കും 5000-ലേക്ക് എണ്ണിക്കൂടാത്ത വലിയ പുരുഷാരത്തിലേക്കും ഉപദ്രവത്തിന്റെ നടുവിൽ പരിശുദ്ധ സഭ വളർന്നു വന്നതും ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാർ അടിസ്ഥാനങ്ങളായി മാറുകയും ഇന്ന് 2000 വർഷമായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭ ലോകത്തിൻ്റെ വിളക്കായി, ഭൂമിയുടെ ഉപ്പായി മാറി ഇന്ന് ലോകത്തിൽ മുമ്പോട്ട് പോകുന്നതിന് കാരണം ഇട്ടവിത്തിൻ്റെ വീര്യമായിരുന്നു. എന്തായിരുന്ന ഇട്ടവിത്തിൻ്റെ വീര്യം വേറൊന്നുമല്ലായിരുന്നു, യേശുവാണ് ഏക സത്യ നിത്യ ദൈവം. ഹല്ലേലൂയ. യേശുവാണ് ഏക സത്യ നിത്യ ദൈവമെന്ന് അവർ പറയുന്നതിൽ അനുരഞ്ജനം വരുത്തിയില്ല, ആവർത്തിച്ചുറപ്പിച്ചവർ പറയാൻ തുടങ്ങി. യേശു ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ, സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുവാണ്, യേശു ഏക സത്യ ദൈവമാണ് എന്ന യാഥാർത്ഥ്യത്തെ കലർപ്പ് കൂടാതെ വിളിച്ചു പറഞ്ഞു. നമുക്കിന്ന് പൗലോസ്ലീഹയോട് ചേർന്ന് ഈ ഒരു വലിയ തീരുമാനം എടുക്കാൻ കഴിയട്ടെ. എന്താ തീരുമാനം? ക്രിസ്തുവിനെ അല്ലാതെ, അതും ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അറിയത്തില്ല എന്ന മനോഭാവത്തോടെ നാം ഈ വിഷയത്തെ നോക്കിക്കാണേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഗലാത്യയിലുള്ള വിശുദ്ധരോട് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമെടുക്കാം. 3-ാം അധ്യായം എഴുതുമ്പോൾ ചോദിക്കുക, യേശു ക്രിസ്തു നിങ്ങളുടെ കണ്ണിന്, ഞാൻ എടുത്തു വായിക്കാം ഗലാത്യർക്ക് എഴുതിയ ലേഖനം, കഴിയുമെങ്കിൽ എന്നോട് ചേർന്ന ആ വാക്യങ്ങൾ എടുക്കുക. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം. ഭോഷന്മാരായ ഗലാത്യക്കാരെ, കേട്ടോ വിളിക്കുകയാണ്, ഭോഷന്മാരായ ഗലാത്യക്കാരെ, യേശു ക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇത് മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ ഗലാത്യയിലുള്ള വിശുദ്ധരുടെ അവസ്ഥ എന്തായിരുന്നു? കണ്ണ് തുറന്നാൽ കണ്ണിന് മുമ്പിൽ ക്രിസ്തു. അവരോട് ചോദിക്കുക, ക്രൂശിതനായ ക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ ക്രിസ്തു ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? കണ്ണിന് മുമ്പിൽ ക്രൂശിതനായ യേശു, ഈശോയുടെ രൂപം കണ്ണിന് മുമ്പിൽ, വേറൊന്നും കാണുന്നില്ല. വേറെന്ത് കണ്ടാലും കണ്ണിൻ മുമ്പിലുള്ള ഇതിലൂടെ അല്ലാതെ വേറൊന്നും കാണാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറയും, കണ്ണിന് മുമ്പിൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ വേറൊന്നും കാണാൻ കഴിയാത്ത നിലയിൽ കണ്ണിന് മുമ്പിൽ ക്രിസ്തു നിൽക്കുക. ലോകത്തെ പോലും കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്, പെറ്റ ബന്ധങ്ങളെ പോലും കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്, സഹപാഠികളെ കാണുന്ന ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെ കാണുമ്പോഴാണ് എനിക്ക് അവരോട് സഹവർത്തിത്വവും സ്നേഹവും അവരുടെ സഹനം എനിക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയുള്ള കഷ്ടം എനിക്ക് സ്വീകരിക്കാനും ഒക്കെ തോന്നുന്നത്. ക്രിസ്തുവിനെ മാറ്റി നിർത്തി കണ്ടാൽ ഒന്നുമില്ല. അവ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. ക്രിസ്തു ഉയർത്തപ്പെട്ടാൽ മാത്രമേ ക്രിസ്തുവിലൂടെ കാണാനും ക്രിസ്തുവിലൂടെ അറിയാനും കഴിയുള്ളൂ. ഇന്ന് കേരള CBSEയുടെ ആഭിമുഖ്യത്തിൽ, പ്രത്യേകിച്ച് പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വചന കേൾവി നിങ്ങളുടെ ചെവികളിലെത്തുന്ന അവിചാരിതമല്ല, ആകസ്മികവുമല്ല, പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൻ്റെ പൊട്ടിത്തെറിയല്ല ഈ മിസ്സിയോ 2020 ഒക്ടോബർ മാസത്തിലെ ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ശുശ്രൂഷകൾ നിങ്ങളുടെ വീടുകളിലെത്തുന്നത്.
ഇന്നൊരു ഉറച്ച തീരുമാനം എടുക്കണം. എൻ്റെ ജോലി സാഹചര്യത്തിൽ, ഞാൻ ആയിരിക്കുന്നിടത്ത്, എൻ്റെ പ്രഘോഷണ വേദികളിൽ, എൻ്റെ പ്രഭാഷണ വേദികളിൽ, ഞാൻ ആയിരിക്കുന്ന വീട്ടിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സംശയലേശമന്യേ വിശ്വാസ സൗധത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ ഉയർന്നു നിന്ന് നമുക്ക് ഉറച്ചു പറയാൻ കഴിയട്ടെ, യേശുക്രിസ്തു ഏകരക്ഷകനാണ്. യേശുക്രിസ്തുവിനെ ഉയർത്തിയാൽ മാത്രമേ വിജയമുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയട്ടെ. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ മുഴുവൻ അതായിരുന്നു. നമുക്കറിവുള്ള ബൈബിളിലെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ മുഴുവൻ അവർ കല്ലേറ് കൊണ്ടതും രക്തസാക്ഷികളായതും തലകീഴായി ക്രൂശിക്കപ്പെട്ടതും അവർ ചുടുവെയിലത്തിട്ട് ആ കോലാടുകളുടെ തോല് ധരിച്ച് തീപ്പന്തങ്ങളായി കത്തി അമർന്നതും എല്ലാം 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 ഒരൊറ്റ കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമായിരുന്നു. ക്രൂശിതനായ യേശു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ക്രൂശിതനായ യേശു മടിക്കരുത് ഈ തലമുറയിൽ. ആവർത്തിച്ചുറപ്പിച്ച് പറയാം, യേശു തന്നെ ക്രിസ്തു. ക്രിസ്തുവിനെ ഉയർത്തുന്നതാകട്ടെ ഓരോ ദിവസവും. ക്രിസ്തുവിനെ ഉയർത്തുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലെ ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. കടന്നുപോകുന്ന കുരിശിൻ്റെ കഠിനവേദന ദൈവപുത്രൻ്റെ ഉള്ളിൽ പതിഞ്ഞപ്പോൾ ഉള്ളിലെ ഗദ്ഗതമായി ഉയർന്ന പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ നെടുവീർപ്പാണ് വാസ്തവത്തിൽ. ഇങ്ങനെയാണ്: പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാവുകയാണ്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം. അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തമാണ് ഉണ്ടായത്. അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്: ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. 32-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്: ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനത്തിൽ നമ്മുടെ കർത്താവ് പറയുക, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകലരെയും, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കാണാൻ എല്ലാവർക്കും താല്പര്യമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെല്ലാം ഭയങ്കര താല്പര്യം, എല്ലാവരും ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടണം. പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്. KLCBCയുടെ ആഭിമുഖ്യത്തിൽ അത് പ്രൊക്ലെയിം ചെയ്യുകയാണ്. പ്രൊക്ലമേഷൻ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? പ്രൊക്ലെയിം ചെയ്യുകയാണ്. എന്താണ് ലക്ഷ്യം? ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എല്ലാവരും ക്രിസ്തുവിലേക്ക് വരണം. എല്ലാവരും അറിയണം നമ്മുടെ ഈശോ. നമ്മുടെ രക്ഷകനെ അറിയാത്ത ആരും ഉണ്ടാകരുത്. നമ്മുടെ രക്ഷകനെ അറിയാത്ത എല്ലാവരും രക്ഷകനെ അറിയണം. രക്ഷകനെ അറിയാത്ത എല്ലാവരും രക്ഷകനെ അറിയണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ കർത്താവ് പറഞ്ഞ ആ പദം ശ്രദ്ധിച്ച് കേൾക്കൂ. കർത്താവ് പറഞ്ഞ പദം ഇതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനം: ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞ അത്രേ. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉയർപ്പോടുകൂടെ നാം ഭൂമിയിൽ, ഭൂമിയിൽ കർത്താവ് ഉയർത്തപ്പെട്ടാൽ, അങ്ങനെ തന്നെ എഴുതി, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. യേശുവിൻ്റെ ഉയർപ്പോടുകൂടെ കർത്താവ് ഭൂമിയിൽ നിന്ന് ഉയർക്കപ്പെട്ടിരിക്കുക. ഇനി എല്ലാവരും യേശുവിനെ അറിയണമെന്ന് താല്പര്യമുണ്ടോ? എല്ലാ അധരങ്ങളിലൂടെയും യേശുവിനെ ഉയർത്തട്ടെ. മിസിയോ 2020 ലക്ഷ്യം അതാണ്. യേശുവിനെ ഉയർത്തുക, യേശുവിനെ മാത്രം ഉയർത്തുക, വേറൊന്നും ഉയർത്താതിരിക്കുക. ഞാൻ ആ തീവ് കേട്ടപ്പോൾ വളരെ സന്തോഷിച്ചു. യേശുവിനെ ഉയർത്തുക, എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ യേശുവിനെ ഉയർത്തിയാൽ യേശു എല്ലാവരെയും തങ്കലേക്ക് ആകർഷിക്കും. അപ്പോൾ ഉയർത്തുക എന്ന ജോലി നമ്മുടേതാണ്. അതാണ് പ്രൊക്ലമേഷൻ കമ്മീഷനിലൂടെ നിവർത്തിക്കപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരിലേക്കും ആ ഒരു മെസ്സേജ് ഇന്ന് കൺവേ ചെയ്യപ്പെടുകയാണ്. യേശുവിനെ ഉയർത്തുക. എവിടെല്ലാം യേശുവിനെ ഉയർത്താം? ന്യായാധിപ സംഘത്തിൽ ചെന്ന് അവർ യേശുവിനെ ഉയർത്തി.
കാരാഗ്രഹത്തിൽ കിടന്നവർ യേശുവിനെ ഉയർത്തി. കൈ ആമത്തിലിട്ട് പൂട്ടിവെച്ചപ്പോൾ അവിടെ കിടന്നവർ യേശുവിനെ ഉയർത്തി. പുഴവക്കത്ത് ചെന്ന് അവർ യേശുവിനെ ഉയർത്തി. കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ യേശുവിനെ ഉയർത്തി. കൂടാരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ യേശുവിനെ ഉയർത്തി. ദ്വീപിൽ അണഞ്ഞ് എല്ലാവരും വിറച്ച് മരണം കാത്തിരുന്നപ്പോൾ അവിടെ അപ്പോസ്തലൻ യേശുവിനെ ഉയർത്തി. അപ്പൊ യേശുവിനെ ഉയർത്താൻ സാഹചര്യം അനുകൂലമാകണമെന്നില്ല. യേശുവിനെ ഉയർത്താൻ ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. എല്ലായിടത്തും യേശുവിനെ ഉയർത്തുക. എന്തുകൊണ്ട് യേശുവിനെ ഉയർത്തുക? അതാ ഞാൻ മുമ്പേ പറഞ്ഞത്. ഇതുപോലെ ഉയർത്തപ്പെടാൻ യോഗ്യമായ വേറൊന്നില്ല. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കും പറഞ്ഞു തരിക. എൻ്റെ അറിവിലില്ല ഇതുപോലെ ബ്രദറെ ഇന്നയാൾ നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും പരിത്രാണവുമാണ്, ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമായ ക്രിസ്തു എന്നതുപോലെ ഇന്നയാളുകൂടെ ഉണ്ട് എന്ന് പറയാനുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരികയില്ല. അപ്പോൾ യേശുവിനെ ഉയർത്തുക എന്നുള്ളതിൻ്റെ അമിത പ്രാധാന്യമാണ് നമുക്കിവിടെ കാണാനും അറിയാനും കഴിയുന്നത്. അപ്പോൾ പൗലോസ്ലീഹ എടുക്കുന്ന ദൃഢമായ തീരുമാനം അതാണ്. കൊരിന്തോസിലെത്തിയപ്പം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു, യേശുവിനെ അല്ലാതെ, എന്നിട്ട് എടുത്തു പറയുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ ഇടയിൽ പാർക്കും. വേറൊന്നും ഞാൻ പറയത്തില്ല, വേറൊന്നും എനിക്ക് അറിയുകയും വേണ്ട. പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ ഈ ഒരു ദൗത്യത്തോട് ചേർന്ന് നമുക്കും ഒരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഞാൻ ക്രിസ്തുവിനെ ഉയർത്തുമെന്ന ഉറച്ച പ്രതിഷ്ഠ ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ നമുക്ക് എടുക്കാം. നമുക്കൊരുമിച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, കേരള CBC പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ മിസിയോ 2020 ഒക്ടോബർ മാസത്തിലെ വചനപ്രഘോഷണ ദൗത്യം സ്വീകരിച്ച് ക്രിസ്തുവിനെ ഉയർത്തുക എന്ന ഈ ചിന്തയുമായി താതാമ്യപ്പെടുന്ന, ഇതോട് ചേർന്ന് വരുന്ന ഈ വചനം ഷെഖേന TV-യിലൂടെയും ഇൻ്റർനെറ്റിൻ്റെ സാധ്യതയിലൂടെയും കേൾക്കുവാൻ പോകുന്ന ലക്ഷക്കണക്കാണ് മക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ബലഹീനായ ഞാൻ ഈ ദൗത്യത്തിൽ പങ്കാളികളായ എല്ലാവരോടും ചേർന്നുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇത് കേൾക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മ എല്ലായിടത്തും ഈശോയെ ഉയർത്തിയിട്ടുണ്ടല്ലോ. കാനായിലെ കല്യാണ നാളിൽ വീടിനകത്ത് കഠിന ശോധന നടന്നപ്പോൾ, കഠിന പ്രശ്നത്തിൽ ആ വീടായി തീർന്നപ്പം പുത്രൻ വല്ലതും നിങ്ങളോട് പറഞ്ഞാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞ് പുത്രനെ ഉയർത്തിയ പരിശുദ്ധ അമ്മേ, അമ്മയ്ക്ക് കിട്ടിയ അതേ കൃപ വരദാനമായി ഓരോ മക്കളിലേക്കും പകരപ്പെടുവാനായി അവിടുത്തെ പുത്രനോട് അപേക്ഷിക്കണമേ. കാവൽ മാലാഖമാരെ സംരക്ഷണത്തിൻ്റെ മതിൽ തീർക്കണമേ. 2020 പ്രത്യേകിച്ച് സഭ കടന്നു പോകുന്ന ഇന്നിൻ്റെ വിഷയങ്ങളെ മുഴുവൻ അഭിമുഖീകരിക്കുവാനുള്ള ആർജവം ക്രിസ്തുവിനെ ഉയർത്തുന്നതിലൂടെ ഓരോ ശിരകളിലേക്കും ഇപ്പോൾ തന്നെ പകരപ്പെടട്ടെ. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അസാധാരണമായ ധൈര്യം, ഒരു വലിയ ധൈര്യത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളുടെ മേലും പകരുമാറാകണമേ. ക്രിസ്തുവിനെ ഉയർത്തിയാൽ ഞാനായിരിക്കുന്ന ഇടത്ത് എനിക്ക് പ്രശ്നമുണ്ടാകുമോ എന്ന ഭയചകിതരായിരുന്ന അപ്പോസ്തലന്മാർ മുറിയിൽ അടച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവപുത്ര, അതേ മഹത്വത്തോടെ ഭയചകിതരായിരിക്കുന്ന ഞങ്ങളെ ക്രിസ്തുവിൻ്റെ പ്രഭാവത്തോടെ നിറയ്ക്കണമേ. വചനം ജീവനായി തീരട്ടെ. എല്ലാ ഹൃദയങ്ങളിലേക്കും ഈ വചനം തീരട്ടെ. ഇന്നൊരു ഉറച്ച തീരുമാനം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് എടുക്കാനും കൃപയിൽ ആശ്രയിച്ച് അത് പൂർത്തിയാക്കാനും വേണ്ടി വലിയ അഭിഷേകം എല്ലാ മക്കളുടെ മേലും പകരണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കേരള CBC പ്രൊക്ലമേഷൻ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ മിസിയോ 2020 എന്ന പേരിൽ പ്രത്യേകിച്ച് ക്രിസ്തുവിനെ ഉയർത്തുക എന്ന ഈ തീമിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ വലിയ ശുശ്രൂഷകൾക്ക് എൻ്റെ എല്ലാ പ്രാർത്ഥനാ ആശംസകളും നേരുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച അഭിവന്ധ്യ സിൽവസ്റ്റർ പൊന്നുമുതൻ പിതാവിനോടും പിതാവിനോട് ചേർന്ന് ഈ പ്രൊക്ലമേഷൻ കമ്മീഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരോടും
എല്ലാവർക്കുമുള്ള വിശേഷിച്ചുള്ള നന്ദി അറിയിക്കുന്നു. ഷെക്കേന TV ഇതിനു വേണ്ടി എടുത്ത എഫോർട്ടിന് വിശേഷിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ തുടരാം. ദൈവം നമ്മോട് കൂടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുനാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്, യേശുവാണ് ലോകത്തിൻ്റെ രക്ഷകൻ എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിച്ചത്, നാം ഇന്ന് പ്രാർത്ഥിച്ചത്. ഇതാ കർത്താവ് നമുക്ക് വേണ്ടി മറ്റൊരു സഹോദരനെ ഒരുക്കിയിരിക്കുകയാണ്. റോബിൻ ആൻ്റണി എന്ന സഹോദരൻ യുവജനങ്ങളുടെ ഇടയിൽ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യുന്ന, യുവജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന, യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടി അത് തൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്, താൻ അനുഭവിച്ചറിഞ്ഞ, താൻ കണ്ട കേട്ട യേശുവിനെ യുവജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന റോബിൻ ആൻ്റണി ബ്രദറിൻ്റെ സാക്ഷ്യം നമുക്കിപ്പോൾ ശ്രവിക്കാം. ദൈവം റോബിൻ ആൻ്റണി ബ്രദറെ ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിക്കുവാൻ കർത്താവ് ഈ ജീവിതത്തിൽ തന്ന വലിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് പാപിയായ എനിക്ക് അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയുവാൻ കർത്താവ് 2004-05 കാലഘട്ടങ്ങളിൽ ഒരു ധ്യാന അനുഭവത്തിലൂടെ കർത്താവിൻ്റെ വലിയ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 35 തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ അവിടെ അന്ധനായ ബർത്തലോമിയോസ്, പൊട്ടക്കണ്ണനായ മനുഷ്യൻ, തൻ്റെ ജീവിതത്തിലെ അന്ധതയിലേക്ക് കർത്താവിനെ വിളിച്ചപ്പോൾ സ്നേഹത്തോടെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പ്രകാശമായി മാറിയ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്കൊരു പുതിയ പ്രകാശം തന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭവനത്തിൽ എൻ്റെ മാതാപിതാക്കൾ ദൈവത്തെ ആഴത്തിലറിയാത്ത ഒരു ജീവിതം, പേരിന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിക്കുന്നൊരവസ്ഥയിൽ ഈ ലോകത്തിൻ്റെതായ സുഖവും സന്തോഷവും ഈ ലോകത്തിൻ്റെതായ ആനന്ദവും എല്ലാം അവർ നുകർന്ന് ജീവിച്ചപ്പോൾ അവർ മാറ്റി നിർത്തിയത് കർത്താവിനെയാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലും ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ മോഹ സുഖങ്ങൾ, സന്തോഷങ്ങൾ നുകരാനായിട്ടുള്ള താല്പര്യം വളർന്നു വന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം പറയുന്നു, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ, ദൈവത്തെ അകന്ന് ജീവിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് മനസ്സിലാക്കുക. എൻ്റെ അപ്പച്ചൻ ഒരു വലിയ മദ്യപാനിയാണ്. അമ്മ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റിക്കൊടുക്കണമേ എന്ന്. വർഷങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും ആ അപ്പൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരാതെ ആയപ്പോൾ അമ്മയുടെ പ്രതീക്ഷ മുഴുവൻ മക്കളായ ഞങ്ങളിലായിരുന്നു. എൻ്റെ വീട്ടിൽ 2 മക്കളാണ്. ഒന്ന് ഞാൻ, എൻ്റെ പേര് റോബിൻ, മറ്റൊന്ന് എൻ്റെ അനിയൻ ബിബിൻ. ഞങ്ങൾ 2 പേരിലും അമ്മ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞങ്ങളെ ദേവാലയത്തിലേക്ക് വിടുവാൻ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ, പ്രാർത്ഥനയിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുവാനായിട്ടൊക്കെ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. പല ധ്യാനകേന്ദ്രങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വളർച്ച ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ ഈ ലോകത്തിൻ്റെ സുഖമോഹങ്ങളിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയപ്പോൾ ദൈവത്തെ മറന്ന്, പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ട് 20-ാമത്തെ വയസ്സിൽ വലിയ ഒരു മദ്യപാനിയായി ജീവിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് പലപ്പോഴും അമ്മ ഒത്തിരി ശ്രമിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദുരനുഭവം എന്ന് പറയുന്നത്, ഒത്തിരി പീഡനങ്ങൾ അനുഭവിക്കുന്ന അമ്മ, അപ്പൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പീഡനങ്ങൾ അനുഭവിക്കുന്ന അമ്മ എൻ്റെ കാല് പിടിച്ച്,
നിരന്തരം എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, മകനെ, അപ്പൻ്റെ വഴിയേ പോകരുത്, അപ്പൻ ജീവിക്കുന്നത് പോലെ ജീവിക്കരുത്. നീ ദേവാലയത്തിൽ പോകുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, കുമ്പസാരിക്കുക. ഇതൊക്കെ എന്നെയൊക്കെ പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവർ, അതെല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ ലോക സുഖങ്ങളിൽ മുഴുകി ജീവിച്ചു. ഒരു ദിവസം വലിയ ദുഃഖത്തോടെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ നീ ഈ പാപജീവിതം നയിക്കുകയാണെങ്കിൽ, അതായത് പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അതിരാവിലെ എഴുന്നേറ്റ് മദ്യഷാപ്പിലേക്ക് പോവുക, തിരിച്ചു വരുന്നത് 3-3:30 മണിയാകുമ്പോഴാണ്. തെല്ലും ലെവലില്ലാതെ, ബോധമില്ലാതെ അബോധാവസ്ഥയിൽ വരുന്നു. ആരോടുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ എന്താ പറയുന്നത്, 9ഓളം പോലീസ് കേസിൽ, ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നു. വലിയ വലിയ വഴക്കിലും തെറ്റായ കൂട്ടുകെട്ടിലേക്കും ജീവിക്കാൻ തുടങ്ങിയ എൻ്റെ ജീവിതം കണ്ട അമ്മ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഈ ജീവിതം കണ്ട് ഞാൻ ജീവിക്കത്തില്ല. നിങ്ങളുടെ ഈ ജീവിതം കണ്ടിട്ട് എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഞാൻ ആത്മഹത്യ ചെയ്യും. അമ്മ എന്നോട് പറഞ്ഞു, മോനെ, വിവാഹം കഴിച്ചിട്ട് ഇത്ര വർഷമായിട്ടും നിൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരു സന്തോഷമോ സമാധാനമോ എനിക്ക് കിട്ടിയിട്ടില്ല. മക്കളായ നിങ്ങളിൽ നിന്ന് അത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു, പ്രത്യാശിച്ചു. പക്ഷേ നിങ്ങളിൽ നിന്നും ഇപ്പോൾ അതെനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ പോയി ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത്. ഇത് കേട്ടുന്ന ഞാൻ പറഞ്ഞു, അതാണ് നല്ലത്. നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ചത്തുകളയുക. തിടുക്കത്തിൽ അമ്മ അകത്തേക്ക് കയറിയിട്ട്, അന്ന് ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന കുറേയധികം മണ്ണെണ്ണ എടുത്ത് അമ്മ തലവഴി ഒഴിച്ചിട്ട് തീക്കൊള്ളി ഉരച്ച് ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോവുക. ഞാനിതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ ഇവരൊന്ന് കത്തുന്നത് കാണാനായിട്ട്, ഇവരിവിടെ കിടന്ന് മരിക്കുന്നത് കാണാനായിട്ട് ആർത്തിയോടെ നിൽക്കുന്ന എന്നെ നോക്കി അമ്മ ഒന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അമ്മ മണ്ണെണ്ണയിൽ കുളിച്ച് നിൽക്കുന്ന ഈ അമ്മ അവിടെയുള്ള തീപ്പെട്ടി അന്വേഷിക്കുകയാണ്. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, അവിടെ തീപ്പെട്ടി കാണുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ പിശാച് ഒരു പ്രേരണ തരികയാണ്. ഇവർ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുകയല്ല, ഇവരൊരു നാടകം ഇവിടെ കളിക്കുക. ഈ നാടകം കളിക്കുമ്പോൾ ഞങ്ങൾ ഇത് കണ്ട് ഭയന്ന് ഇവരുടെ കാല് പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ ധ്യാനമൊക്കെ കൂടി ഒരുപക്ഷെ നന്നായേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ചിന്തിച്ചൊരു കാര്യമാണിത്. ഇങ്ങനെയാണ് ഇവരുടെ തീരുമാനമെങ്കിൽ ഇവരെ ഞാൻ കൊല്ലും. അന്ന് എൻ്റെ കയ്യിൽ ഒരു 2 അടി നീളമുള്ള ഒരു മരകായുധമുണ്ട്. എൻ്റെ വീടിൻ്റെ ഇറമ്പിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഒറ്റ വെട്ടിന് കൊന്നുകളയുക. അല്ലെങ്കിൽ പെറ്റ വയറാണെന്ന് നോക്കാതെ കുത്തി ഇറക്കി വയറ് വെട്ടിപ്പൊളിക്കുക. ഞാൻ പോയി ഈ വടിവാളെടുത്തുകൊണ്ട് വന്നിട്ട് ഈ അമ്മയുടെ നേരെ കഴുത്തിന് ആഞ്ഞു വെട്ടുകയാണ് ചെയ്തത്. എന്തോ ഒരു ഭാഗ്യമെന്ന് പറയട്ടെ, കർത്താവിൻ്റെ ഇടപെടലെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ പ്രവൃത്തിയിൽ നിന്ന് അമ്മ എങ്ങനെയോ ഒഴിഞ്ഞു മാറി. വീടിൻ്റെ വാതിൽ തുറന്ന് അമ്മ പുറത്തേക്ക് ഓടി. വലിയ അലറി കരഞ്ഞുകൊണ്ട് അമ്മ പുറത്തേക്ക് ഓടി. ഞാൻ പിന്നാലെ ഓടിച്ചിട്ട് പകലാണ്. ഈ സമയത്ത് കുറേ ദൂരം ഞാൻ ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ തിരിച്ചു വന്ന് കുറേ വസ്തുക്കളൊക്കെ അടിച്ചു പൊളിച്ച് നശിപ്പിച്ചു കളഞ്ഞു. പിന്നീടൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മയെ ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനെ ഓർത്ത്, ഞാൻ ചെയ്ത ഈ ക്രൂരതയെ ഓർത്ത്, ഞാൻ ചെയ്യുന്ന ഈ തിന്മയെ ഓർത്ത്, ഞാൻ നടക്കുന്ന ഈ അഴുക്ക് ചാലിനെ ഓർത്ത് എനിക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്താപമില്ല, ഒരു തരത്തിലുള്ള മനസ്സിന് ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ല. എൻ്റെ ഹൃദയം ഇങ്ങനെ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ഇതാണ് ശരി, ഈ ലോകത്തിൽ ഇപ്പോൾ അടിച്ചുപൊളിച്ച് ജീവിക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ മരിച്ചോട്ടെ, മാതാപിതാക്കൾ ദുഃഖിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ജീവിക്കുന്നൊരവസ്ഥയിൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടവകയിലുള്ള കുറച്ച് സഹോദരങ്ങളുടെ അവരെൻ്റെ അമ്മയെ 3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? മുടിയൊക്കെ അഴിച്ചിട്ട് വലിയ ഒരു പൊട്ട് തൊട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഞങ്ങളെ ശാസിച്ചു. അവർ പറഞ്ഞു, ഇവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അപ്പനും മക്കളും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആ പ്രവൃത്തി ഈ അമ്മക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലായിത്തീർന്നു. അമ്മ ഒരു മാനസിക രോഗിയായിട്ട് മാറി. ഒരു മകൻ അമ്മക്ക് കൊടുത്ത ഒരു സമ്മാനമാണ്. ഈ ലോകത്തിൻ്റെ സുഖവും ഈ ലോകത്തിൻ്റെ സന്തോഷവും നുകരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടമാകുന്നത് ദൈവം തന്നിട്ടുള്ള
ദൈവം തന്നിട്ടുള്ള അനുഗ്രഹത്തിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ മാതാപിതാക്കൾ നഷ്ടമാകുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൻ മദ്യപിച്ച് വന്ന് ഈ മാനസിക രോഗിയായി നിൽക്കുന്ന അമ്മയെ മുട്ടിക്ക് കുത്തിപ്പിടിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഈ മനുഷ്യനെയും തല്ലണം. വേഗം അപ്പനാണെന്ന് നോട്ടമില്ല, പിടിച്ച് എൻ്റെ മുന്നിൽ നിർത്തിയിട്ട് എൻ്റെ ഈ കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. 2 പ്രാവശ്യം അടിച്ചതിൽ ആ 2 പ്രാവശ്യം അദ്ദേഹം താഴെ വീണു. ഞാനിത് മേന്മയ്ക്ക് വേണ്ടി പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വചനം പ്രഭാഷകൻ്റെ പുസ്തകം 3:16 പറയുന്നു, മാതാവിനെയോ പിതാവിനെയോ പ്രകോപിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. മനസ്സിലാക്കണമേ, ഇന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഉപദ്രവിക്കുമ്പോൾ, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ, ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ശാപമാണ്. ഞാൻ ഈ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര വലിയ ശാപങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ദൈവം തന്നൊരു അവസരമാണിത്. റോമ 8:28 വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്ന എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സർവ്വതും നന്മയ്ക്കായി മാറ്റുമെന്ന്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ എനിക്ക് വെളിപ്പെടുത്തി തന്ന് അതിനെ ഓർത്ത് ഞാൻ പശ്ചാത്തപിച്ചപ്പോൾ എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഈ സുവിശേഷത്തിൽ നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 33:3 കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുള്ള നിൻ്റെ ബുദ്ധിക്ക് അതീതമായി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ അമ്മയുടെ അതികഠിനമായ പ്രാർത്ഥന എന്നെ ഒരു ധ്യാന ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് കൊണ്ടെത്തിച്ചു. സകലരോടും വെറുപ്പും വൈരാഗ്യവും ഈ ലോകത്തിൻ്റെതായ സുഖമൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്ന എനിക്ക് ദൈവത്തിൻ്റെ വചനം ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ അസ്വസ്ഥതയുണ്ടായി. അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാലോ എന്നുള്ള ചിന്തയുണ്ടായി. പിന്നീട് കർത്താവിൻ്റെ കുരിശിലെ യാഗത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ കർത്താവ് പാപികളായ മനുഷ്യർക്ക് തന്ന ഈ സൗജന്യമായ വിടുതലിനെ ഓർത്ത് ധ്യാനിച്ചപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയം എളിമപ്പെടാൻ തുടങ്ങി. ഞാൻ നല്ലൊരു കുംഭസാരം നടത്താനായിട്ട് തയ്യാറായി. എൻ്റെ പാപങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് ഞാൻ കുംഭസാരിക്കാനായിട്ട് തീരുമാനിച്ചു. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആ വെളിപാടിൽ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ പാപങ്ങൾ ഓരോന്നായി എളിമയുള്ള ഹൃദയത്തോടുകൂടെ ഏറ്റുപറയാനായിട്ട് ഞാൻ തയ്യാറായി. നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ കുമ്പസാരിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പള്ളി പോകുന്നതെന്ന്. ഞാനും ഒരു കാലത്ത് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, എന്തിനാ പള്ളി പോകുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ കുമ്പസാരിക്കുന്നതെന്നൊക്കെ. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എൻ്റെ പാപങ്ങൾ എല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ, എൻ്റെ പാപഭാരങ്ങളെല്ലാം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ, സങ്കീർത്തനം 55:22 പറഞ്ഞതുപോലെ നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഞാനിത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ എനിക്ക് കർത്താവ് തന്നത് ഒരു പുതിയ ജീവിതമാണ്. ഞാൻ ആ ധ്യാനത്തിൽ 5 ദിവസം നടക്കും താമസിച്ചുള്ള ധ്യാനത്തിലിരുന്ന് ധ്യാനിച്ച് പാപങ്ങളെല്ലാം കർത്താവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവേ, ഒരു ദിവസമെങ്കിലും വിശുദ്ധിയോടെ ജീവിക്കാൻ എനിക്കൊരു കൃപ തരണം. ഒരു ദിവസമെങ്കിലും. എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകൾ, ഒരുപാട് ആസക്തികൾ, ഒരുപാട് കൂട്ടുകെട്ടുകളുള്ള എനിക്ക് എങ്ങനെയാണ് കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് പറ്റുക. കർശനമായ തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ ഇനി എങ്ങനെ ജീവിക്കണം, എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ കാരണം രോഗിയായ എൻ്റെ അമ്മ അപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ കണ്ണുനീരോടെ എനിക്ക് എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ട് ഞാൻ ആദ്യമായി ജപമാല ചൊല്ലാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ പ്രാർത്ഥനയുടെ തീവ്രത കൊണ്ടപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ഇവന് പ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വീട്ടിന് പുറത്താക്കി. ഞാനെന്ത് ചെയ്തെന്നറിയാമോ? എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. തീക്ഷ്ണമായി പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് പറയുന്നു, മോനെ കുറേ കൂടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക, അലസത വിട്ട് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. എങ്ങനെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കും? ഞാൻ മുട്ടുമ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും ആത്മാവിലൊരു ശബ്ദം എനിക്ക് കേൾക്കാം, മോനെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഞാൻ വേഗം 2 കരങ്ങളും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ജപമാല ചൊല്ലാൻ തുടങ്ങി.
വീണ്ടും എന്നോട് പറയുക, നന്നായിട്ട് അനുദപിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഓർത്ത്, കർത്താവ് ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോഴാണ് കർത്താവ് ഗെത്സമനിൽ രക്തം വീർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പാപപരിഹാര ബലിയാകാൻ തന്നെ കൊടുത്ത കർത്താവ്. അപ്പോൾ ഞാനോർത്ത്, കർത്താവ് എനിക്ക് വേണ്ടി ഇത്രമാത്രം പീഡകളേറ്റെങ്കിൽ എനിക്കും അല്പം സഹനമെടുത്ത് എന്താ കുഴപ്പം? ഞാൻ പോയി കുറേ കല്ലുകൾ പെറുക്കിക്കൊണ്ട് വന്ന് 3/4 ഇഞ്ച് മെറ്റലുകൾ പെറുക്കിക്കൊണ്ട് വന്നിട്ട് എൻ്റെ ടെറസിൻ്റെ മുകളിലിട്ടിട്ട് ഞാൻ അതിൻ്റെ മേലിൽ കയറി മുട്ടുമെന്ന് ആണി തുളഞ്ഞ് കയറുന്ന രീതിയിലുള്ള വലിയൊരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. അതെല്ലാം കർത്താവെ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നല്ല വെയിലുള്ള സമയത്ത് ചെരുപ്പിടാതെ റോഡ് നല്ലോണം ചൂടായി കിടക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൂടെ നടക്കും. എനിക്കതിൽ നിന്ന് കിട്ടുന്ന വേദന ഞാൻ കർത്താവിന് കാഴ്ചവെക്കും. അങ്ങനെ ഒരുപാട് സഹനങ്ങൾ. പലരും എന്നോട് പറഞ്ഞു, അട്ടുംതോലിട്ട ചെന്നായി വരിക, അട്ടുംതോലിട്ട ചെന്നായി എന്നാ പുതിയ പേര്. അങ്ങനെ പല സ്ഥലത്തുനിന്നും നിന്ദനങ്ങളും പരിഹാസങ്ങളും കിട്ടിയിട്ടും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ടുപോയില്ല. ഓരോ ആഴ്ച, ഒരു ദിവസം എന്നുള്ളത് ഒരാഴ്ചത്തേക്ക് എനിക്ക് നീട്ടിക്കിട്ടി, ഒരാഴ്ച എന്നുള്ളത് 1 മാസത്തേക്ക് നീട്ടിക്കിട്ടി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ 10-13 വർഷമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹം എന്ന് പറയട്ടെ. അവിടെ നിന്ന് തുടങ്ങി കർത്താവ് വിവിധങ്ങളായ വരങ്ങളും ദാനങ്ങളും എന്നിലേക്ക് തരാനായിട്ട് ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ദർശനങ്ങളിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഈ നവീകരണത്തിലേക്ക് വന്ന എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, യുവജനങ്ങൾ. ഞങ്ങളെല്ലാവരും കൂടെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് ഓരോ ആൾക്കാരെ കണ്ട്, അവർ ഈ പാപത്തിൽ നിൽക്കുന്ന വ്യക്തികൾ, മദ്യപിച്ച് നിൽക്കുന്നവരെയൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരെയൊക്കെ കണ്ട് സുവിശേഷം പറഞ്ഞ് ഭർത്താവിൻ്റെ വചനം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവരെ ഈ ധ്യാനത്തിലേക്ക് കൂട്ടാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്, ഞങ്ങൾ 4 പേരുണ്ട്. പോകുന്ന സമയത്ത് എൻ്റെ വീടിനടുത്ത് കൂടെ പോകുമ്പോൾ ഒരു വീടിൻ്റെ അടുത്തെത്തി. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശബ്ദം എന്ന് പറഞ്ഞ പോലെ, നീ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന വീട്ടിലേക്ക് ചെല്ലുക. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് ഒരു പഴയ വീടാണ്. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. വീണ്ടും ആത്മാവിലൊരു ശബ്ദം കേൾക്കുന്നു, ആ കതകിൽ മുട്ടുക. വീട് അടച്ചു പൂട്ടിയിരിക്കുന്നു. ഞാൻ ആ കതകിൽ കുറേ പ്രാവശ്യം മുട്ടി, ആരും തുറക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആരും ഇല്ല, വെറുതെ തോന്നിയതാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ആത്മാവിലുള്ള ഒരു ശബ്ദം കേൾക്കുന്നു, നീ മുട്ടി വിളിക്ക്. വീണ്ടും ഒന്നുകൂടെ മുട്ടി വിളിക്കാനായിട്ട് ഞാൻ തയ്യാറായി. അപ്പോൾ അത് അവരുകൾ കഥക് തുറന്നിട്ട് എന്നോട് ചോദിച്ചു, എന്ത് വേണം? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ധ്യാനത്തിന് ആൾക്കാർ ഒരുക്കാൻ വേണ്ടി വന്നതാ, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു. അദ്ദേഹം മദ്യപിച്ച് നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹം വാതിൽ തുറന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറ്റിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ആകെ അറിയാവുന്നത് കൊന്തയെല്ലാം മാത്രമാണ്, അതും നന്നായിട്ട് ചൊല്ലാനുള്ള പാകമായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ വീട്ടിൽ കയറി ഈശോയുടെ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ സ്തുതിക്കാനായിട്ട് തുടങ്ങി. ഇച്ചിരി നേരം സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദർശനം കർത്താവ് കാണിച്ചു തരാണ്. ഒരു കട്ടിൽ കാണിച്ചു തന്നു. ആ കട്ടിലിൻ്റെ താഴത്ത് ഒരു കാലിയായ മദ്യക്കുപ്പി ഇരിക്കുന്നു. ആ മദ്യക്കുപ്പിയുടെ അടുത്ത് ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ച് വെച്ചിരിക്കുന്നു. അതിനടുത്ത് ഒരു കുടുക്ക് കയറി കിടക്കുന്നു. ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചു, ചേട്ടാ, കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലേക്ക്. അതാ ഞങ്ങൾ കണ്ട ദർശനത്തിൽ കണ്ട കട്ടിൽ അവിടെയുണ്ട്. അതിൻ്റെ അടിയിലേക്ക് ഈ മനുഷ്യൻ കുമ്പിട്ടിട്ട് കൈനീട്ടി ഒരു കാലിയായ മദ്യക്കുപ്പി എടുത്ത് അവിടെ മേശപ്പുറത്ത് വെച്ചു. വീണ്ടും ഒരു ഗ്ലാസ് മദ്യം എടുത്ത് ആ മേശപ്പുറത്ത് വെച്ചു. ഒരു കഷ്ണം കയറ് വലിച്ചെടുത്ത് അത് ഞങ്ങളുടെ കയ്യിൽ തന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതാണോ ചോദിച്ചത്? പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിഗൂഢമായത് പലതും കർത്താവ് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടന്നൊരു കാര്യമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി, ഇനി അദ്ദേഹം ജീവിക്കണ്ട എന്ന് തീരുമാനമെടുത്ത് മദ്യപിച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ആ വഴിക്ക് തിരിക്കുന്നത്. അങ്ങനെ നിരവധി തവണ നിരവധി വ്യക്തികളിലേക്ക്, അനേകരുടെ ജീവിതങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ആത്മാവിനെ നയിക്കാനായിട്ട് തുടങ്ങി. ഒരു ദിവസം എൻ്റെ വീടിനടുത്ത് ഒരു കുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, ക്യാൻസറാണ്. കുട്ടി മരിച്ചു പോകുന്നു, ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു ദിവസം ശ്വാസം കിട്ടുന്നില്ല, ബ്രദറെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടിയുടെ അപ്പൻ ഓടി വന്ന് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പോകുന്ന വഴിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമാല ഞാൻ മുറുകെ പിടിച്ചു.
ലൂക്കായുടെ സുവിശേഷം 1:28 ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഞാൻ ഈ വചനം ഏറ്റു ചൊല്ലി നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദർശനം കാണിച്ചു തരാണ്. ഈശോ ഈ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് നടത്തുന്നു. ഞാൻ വിശ്വസിച്ചു. കർത്താവ് ഈ കുഞ്ഞിനെ നടത്തും, കർത്താവ് ഈ കുഞ്ഞിന് ആരോഗ്യം കൊടുക്കും. ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ ജപമാല ചൊല്ലി മാതാവ് വഴി പ്രാർത്ഥിക്ക്, ദൈവം ഇടപെടും എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. സംഭവിച്ചെന്താണെന്നറിയാമോ? അതിനുശേഷം ആ കുഞ്ഞിന് അങ്ങനെ ഒരു രോഗപീഠ അതിൻ്റെ ശരീരത്തിലില്ല. സർവശക്തനായ ദൈവം ആ രോഗത്തിൽ നിന്ന് ആ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി. പുറപ്പാട് 15:26 നമ്മൾ വചനത്തെ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എൻ്റെയോ എൻ്റെ പ്രാർത്ഥനയുടെ മേന്മ കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവം ഇന്നും പാപികളായ ഓരോ മനുഷ്യരെയും തേടി നമ്മുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. എൻ്റെ അപ്പച്ചൻ്റെ അനുജൻ അരക്ക് കീഴോട്ട് തളർന്നു കിടക്കുക. ഈ മനുഷ്യൻ 1.5 വർഷമായിട്ട് ചികിത്സിച്ച് ഒരു ഗുണമില്ല. ഞാൻ പറഞ്ഞു, അപ്പച്ച ഒരു ധ്യാനം കൂട്, കർത്താവിൻ്റെ വചനത്തെ ഒന്ന് മനസ്സിലാക്ക്, കർത്താവിൻ്റെ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ധ്യാനത്തിന് കൊണ്ടുപോയി. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ആ മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തി. അത്ഭുതമായിപ്പോയി. പ്രിയപ്പെട്ടവരെ, കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവ് മാത്രമല്ല, ശരീരത്തെ മാത്രമല്ല കർത്താവ് സുഖപ്പെടുത്തും, നമ്മുടെ ആത്മാവിനെ കൂടെയാണ്. എൻ്റെ ശരീരത്തിന് രോഗങ്ങളൊന്നുമില്ല, പക്ഷേ എൻ്റെ ആത്മാവ് മരിച്ചിരുന്നു. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്, ആ ധൂർത്തനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ പിതാവ് പറയുന്നു, അവൻ മരിച്ചിരുന്നു, ഇതാ ജീവിക്കുന്നുവെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട് പറയുക, നിന്നെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ അല്ലെങ്കിൽ ആത്മാവിൽ മരിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള നശ്വരമായ സുഖസന്തോഷങ്ങളിലല്ല നമ്മൾ ഉടക്കി നിൽക്കേണ്ടത്. നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹമറിഞ്ഞ് അവിടുത്തെ തിരുവിഷ്ടം അനുസരിച്ച് നമ്മളെ തന്നെ എളിമപ്പെടുത്തി ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം സകലതും അനുഗ്രഹിക്കപ്പെടും. നിയമാവർത്തനം 28-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം നീ പാലിച്ചാൽ നീ സകല പ്രവൃത്തികളിലും അനുഗ്രഹീതനായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈശോ. ഞാൻ പറയാം, എനിക്ക് ഒത്തിരി മദ്യപാനത്തിൻ്റെ കൂട്ടുകെട്ടുണ്ടായിരുന്നു, ഒത്തിരി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, പണത്തിന് വേണ്ടി എന്തും ആരെയും കൊല്ലാം എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കിട്ടിയതിൻ്റെ 4 ഇരട്ടി സന്തോഷവും ആനന്ദവും സമാധാനവുമാണ് കർത്താവായ ദൈവത്തെ അറിഞ്ഞപ്പോൾ ഇപ്പോൾ കിട്ടിയത്. പലരുടെ കയ്യിൽ നിന്ന് നിന്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടില്ല. കാരണം എൻ്റെ കർത്താവ് എനിക്ക് തരുന്ന ശക്തി അത്രമാത്രം വലുതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:4 കർത്താവ് പറയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് അമൂല്യനാണ്. വളരെ വളരെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞിട്ടില്ല അവർക്ക് ഞാൻ വിലപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞപ്പോൾ, എൻ്റെ കർത്താവിൻ്റെ കൃപ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു, അവിടത്തേക്ക് ഞാൻ വിലപ്പെട്ടതാണെന്ന്, അവിടത്തേക്ക് ഞാൻ അമൂല്യനാണെന്ന്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവ് കാണിക്കുന്നത്, എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിക്കുന്നത്. എത്രമാത്രം നമ്മൾ തിരിച്ച് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ചിന്തിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ. എൻ്റെ അമ്മ അതിനുശേഷം കുറേ നാൾ ഇങ്ങനെ രോഗാവസ്ഥയിൽ കഴിഞ്ഞു. ഞാൻ വീട്ടിലിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പതുക്കെ എൻ്റെ അമ്മയെ ധ്യാനത്തിന് കൊണ്ടുപോയി. അവിടെ വെച്ച് കർത്താവ് എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു. എൻ്റെ അപ്പച്ചൻ പിന്നീട് ധ്യാനം കൂടി. എൻ്റെ കുടുംബത്തിൽ ഓരോ വ്യക്തികളും ദൈവ അനുഭവത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, അപ്പോഴാണ് യഥാർത്ഥമായ സമാധാനം, അപ്പോഴാണ് യഥാർത്ഥമായ ഐക്യം വന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം സ്വർഗമായത് കർത്താവിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറിയത് കർത്താവിനെ അനുസരിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായപ്പോഴാണ്. എത്രയോ വലിയ കാര്യങ്ങളാണ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഒരു സഹോദരൻ കാല് പുഴുവരിച്ച് കിടക്കുക, അരക്ക് താഴെ ഒരു ഇടത് കാല് പുഴുവരിച്ച് കിടക്കുകയാണ്. ഈ മനുഷ്യന് റൂമിലോട്ട് കയറാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ കിടക്കുന്ന റൂമിലോട്ട് കയറാൻ പറ്റുന്നില്ല, അത്രമാത്രം ദുർഗന്ധമാണ്.
ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ 3-4 തലോണ ഇങ്ങനെ നിരത്തി വെച്ചത് അതിന് മുകളിൽ കാല് വെച്ചിരിക്കുക. നീര് വന്ന കാലിങ്ങനെ വെച്ചിട്ട് മനുഷ്യൻ കരയുക. ഒരൊറ്റ കാര്യമേ അദ്ദേഹത്തിനോട് ചോദിച്ചുള്ളൂ, ഒരൊറ്റ കാര്യം: കർത്താവായി ഈശോയിൽ വിശ്വസിക്കുന്നോ? ഈശോയെ അനുസരിക്കാമോ? ഈശോയുടെ മുമ്പിൽ ഹൃദയം എളിമപ്പെടുത്താമോ? ഒന്ന് പശ്ചാത്തപിക്കാൻ പറ്റുമോ? ചെയ്യുന്ന തിന്മയിൽ നിന്നൊന്ന് പിന്തിരിയാനായിട്ട് തയ്യാറാകാമോ? ഞാൻ എന്ത് വേണേലും ചെയ്യാം. ആ നിമിഷം പ്രാർത്ഥിച്ചു, കർത്താവേ കരുണയായിരിക്കണമെന്ന്. അടുത്ത ആഴ്ചയിൽ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് റോട്ടിൽ വെച്ചാണ്. അദ്ദേഹം ഹൃദയം എളിമപ്പെടുത്തിയപ്പോൾ, പാപജീവിതം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് വലിയ അനുഗ്രഹമാണ്. സൗഖ്യം മാത്രമല്ല, ജീവിതത്തിനൊരു വലിയ വിടുതലും കൂടെയാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതാണ്. എൻ്റെ അമ്മയ്ക്ക് ഇന്ന് രോഗമില്ല. എൻ്റെ അപ്പൻ ഇന്ന് സ്വർഗത്തിലാണ്. അപ്പം മരിച്ചിട്ട് ഇപ്പോൾ 4 വർഷമായി. അദ്ദേഹം മരിക്കുന്നതിനേക്കാൾ മുമ്പേ അദ്ദേഹത്തിൻ്റെ പാപ ജീവിതത്തെ ഓർത്ത് അനുദപിക്കാൻ, പശ്ചാത്തപിക്കാനായിട്ട് ദൈവം അവസരമൊരുക്കി. ഇതാണ് നമ്മൾ എത്രമാത്രം ബലഹീനരായിക്കോട്ടെ, എത്രമാത്രം അയോഗ്യരായിക്കോട്ടെ, എത്രമാത്രം പാപത്തിലാണെന്ന് വിചാരിച്ചോട്ടെ, നമ്മൾ വിചാരിക്കും നമുക്കിനി ആർക്കും നമുക്ക് രക്ഷയില്ല എന്ന് നമ്മൾ വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇരുട്ടിൽ കിടന്നവനാണ്, ഞാൻ അന്ധകാരത്തിൽ കിടന്നവനാണ്, പടുകുഴി കിടന്നവനാണ്. അവിടെ നിന്ന് കർത്താവ് എന്നെ ഈ അവസ്ഥയിലേക്ക് കർത്താവ് ഉയർത്തിയത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ യോഗ്യത നോക്കിയിട്ടില്ല, അത് അവിടുത്തെ സ്നേഹമാണ്. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ആരാണ്? നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തത് ആരാണ്? നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ആരാണ്? പ്രിയപ്പെട്ടവരെ, ഒന്ന് മാത്രമേ എനിക്കുള്ളൂ, ഞാൻ എല്ലാ കൂട്ടുകെട്ടും വിട്ടു, തെറ്റായ സകല കൂട്ടുകെട്ടും വിട്ടു. ഇന്നെനിക്കൊരു കൂട്ടുകാരനേ ഉള്ളൂ, അത് കർത്താവായ യേശു മാത്രമാണ്. ഇന്നെനിക്ക് ഒരു അഭയശീല മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു മാത്രമാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ശുശ്രൂഷയ്ക്കായി പോകുന്നു, പല സ്ഥലങ്ങളിൽ പല മിനിസ്ട്രിയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, നിരവധി സ്ഥലങ്ങളിലേക്ക് കർത്താവിനെ നയിക്കുന്നു. അസാധാരണമായ ദൈവിക ശക്തി പ്രകടമാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കാനായിട്ടാണ് കർത്താവ് ഇടയാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സ് തിരിച്ചപ്പോൾ, എൻ്റെ ജീവിതം തിരിച്ചപ്പോൾ, എൻ്റെ കുടുംബമാണ് അനുഗ്രഹിക്കപ്പെട്ടത്. എല്ലാവരും നശിച്ചുപോയി, തീർന്നുപോയി എന്നൊക്കെ വിചാരിച്ചിരുന്നു. 9ഓളം കേസുകൾ കോടതിയിൽ കയറി ഇറങ്ങാനും നേരമുള്ളൂ. ശരീരത്തിൽ മുഴുവൻ പീഡകൾ, അടിയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ കർത്താവ്, വലിയ കെണിയിൽ നിന്ന് കർത്താവ് എന്നെ എടുത്തു മാറ്റി ഇന്ന് നല്ല ഒരു ജീവിതം എനിക്ക് തന്നു. ഒറ്റക്കാര്യം ചെയ്താൽ മതി. ഫിലിപ്പിയിൽ അങ്ങനെ 2 പറഞ്ഞവർ തന്നെ ശൂന്യനാക്കി ക്രിസ്തുവിൻ്റെ ആ മനോഭാവം സ്വീകരിച്ചാൽ മതി നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ. ഈ നിമിഷം കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ, നമ്മുടെ ഹൃദയം എളിമപ്പെടുത്താൻ, ആത്മാർത്ഥതയോടെ ദൈവത്തെ ഒന്ന് വിളിച്ച് കരയാൻ, നമ്മുടെ പാപത്തെ ഓർത്ത് വലുതായി ഒന്ന് അനുദപിക്കാൻ തീരുമാനമെടുക്കണം. കർത്താവെ, ഞാൻ എൻ്റെ പാപജീവിതം ഉപേക്ഷിക്കും. കർത്താവെ, ഞാൻ എൻ്റെ തിന്മ ഉപേക്ഷിക്കും. ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്ന് നീ തീരുമാനമെടുത്തോ. ഈ നിമിഷം, ഈ സമയം നീ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ സമയം നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ സമയം നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അനേകരുടെ സാക്ഷി എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിത അവസ്ഥകൾ സമർപ്പിച്ചുകൊണ്ട്, നിൻ്റെ ജീവിതം എത്രമാത്രം ഇരുളായിക്കോട്ടെ അത് പ്രകാശമുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. നിന്നെ രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. നിൻ്റെ വിളി കേൾക്കാൻ പറ്റാത്ത കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ അകൃത്യമാണ് അവിടുത്തെയും നിന്നെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളേറ്റു പറഞ്ഞ് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ കരുണയും അവിടുത്തെ സ്നേഹമോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അപങ്കിലമായ ജീവിതം ഈശോയെ എടുത്തു മാറ്റി പുതിയൊരു ജീവിതം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, എന്നെ കേൾക്കുന്ന അനേകരുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ മക്കൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും, എല്ലാ അസ്വസ്ഥതകളെയും, എല്ലാ ദുഃഖങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈശോയെ സങ്കീർത്തനം 115:12 പറഞ്ഞ പോലെ കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. Praise
ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, മിസിയോ 2020 മൂന്നാം ദിവസം യേശു എന്ന നാമത്തെക്കുറിച്ചാണ് നാം കേട്ടത്. ഇതാ ഇപ്പോൾ നമ്മളുടെ സന്നിധിയിൽ കർത്താവായ ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കല്യാണ ആവശ്യത്തിനായി ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയിൽപ്പെട്ട ഒരു സഹോദരി കത്തോലിക്ക സഭയിലേക്ക് വരികയായിരുന്നു. ഞാൻ ആ മോളോട് ചോദിച്ചു, മോളെ, പരിശുദ്ധ കുർബാനയിൽ ഇന്ന് മുതൽ നീ ആരെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഇന്ന് മുതൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ എഴുന്നള്ളി വന്നിരിക്കുകയാണ് നമ്മുടെ മുൻപിൽ. നമുക്കെല്ലാവർക്കും തല കുമ്പിട്ട് കരങ്ങൾ കുപ്പിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിനെ നമുക്കിപ്പോൾ, പരിശുദ്ധ കുർബാനയെ നമുക്കിപ്പോൾ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്കെല്ലാവർക്കും ഈശോയെ ആരാധിച്ച് ഈശോയെ സ്വാഗതം ചെയ്ത് ഗാനശുശ്രൂഷയിലൂടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവേ
നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥാ. ഈ നിമിഷം നിനക്കേകിടാനായി എൻ കയ്യിലൊന്നും നാഥാ. പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥാ. പാപവും എന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥാ. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥാ ആരാധന. ആരാധന ആരാധന നാഥാ ആരാധന. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥാ ആരാധന. ആരാധന ആരാധന നാഥാ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഈ ഷെക്കേന ടെലിവിഷൻ ചാനലിലൂടെ ഈശോ നമ്മുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈ മിസിയോ 2020 യേശു നാമം പ്രഘോഷിക്കുമ്പോൾ ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അച്ഛനോടൊപ്പം ഒന്ന് ചേർന്നൊന്ന് കർത്താവിനെ ആരാധിച്ച് എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ്, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ലോകത്തിന്റെ അതിനാഥനാണ്. അങ്ങറിയാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല. കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിന്റെ നിയന്താതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ലോകത്തിന്റെ നിയന്താതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയ സഹോദരങ്ങളെ, കർത്താവായി യേശുവിനെ ഉയർത്തുക എന്ന വിഷയമാണ് ഈ ദിവസം നാം ധ്യാനിച്ചത്. ഒരു പ്രേക്ഷിതൻ കൂടെ കൊണ്ടു നടക്കേണ്ടത് യേശുനാമം മാത്രമാണെന്ന് നാം ശ്രവിക്കുകയുണ്ടായി. പലവിധ പ്രതിസന്ധികളിൽ നാം പെട്ടുപോകുമ്പോൾ യേശുനാമമാണ് നമ്മളെ രക്ഷിക്കുന്നത്, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്ന് ഓരോ പ്രേക്ഷിതൻ്റെയും അനുഭവങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഈ ആരാധന സമയത്ത്
ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ആങ്ങള അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്, അച്ഛനൊന്ന് വന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഞാൻ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ആശുപത്രിയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ, നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഇനി നല്ല മരണം കിട്ടി അദ്ദേഹം സ്വർഗത്തിൽ പോകണം. കാരണം വർഷങ്ങളായി കുദാശകൾ സ്വീകരിക്കാത്ത മകനാണ്, വർഷങ്ങളായി പള്ളിയിൽ പോകാത്ത മകനാണ്, വൈദികരെയും സന്യസ്തരെയും ദേവാലയത്തെ ശുശ്രൂഷകളെയും ചീത്ത പറയുന്ന, തെറി വിളിക്കുന്ന ഒരു മകനാണ്. അപ്പം അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പോകാൻ, നല്ല മരണം കിട്ടി സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സമ്മതിച്ചു. അങ്ങനെ കോഴിക്കോടുള്ള പ്രശസ്തമായ ഒരു ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മകൻ അന്ത്യശ്വാസം വലിക്കുകയാണ്. എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അപ്പൂപ്പൻ ഈ അന്ത്യശ്വാസം വലിക്കുന്നത് കാണാൻ ഇടവന്നിട്ടുണ്ട്. എൻ്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരികളുമെല്ലാം ചെവിട്ടോർമ്മ കൊടുക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഈശോ, മറിയം, യൗസേപ്പേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം ആ ആശുപത്രിയിൽ ആ സഹോദരൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നെനിക്കറിയില്ല. എന്നാൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചേർത്ത് കൈകൾ വെച്ചുകൊണ്ട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഈശോ, 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 ഈശോ. വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നിയില്ല. ഈ നാമം ഉരുവിട്ടുകൊണ്ടിരുന്നു, ഈശോ, ഈശോ, ഈശോ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം ഠിക്കെന്നും പറഞ്ഞ് പെട്ടെന്ന് അനങ്ങി. എൻ്റെ കൈ ഞാൻ പെട്ടെന്ന് മാറ്റി. വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ പുറത്ത് കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം, നിങ്ങൾ വിഷമിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, വൈകുന്നേരമായപ്പോൾ ആ സഹോദരി എന്നെ വീണ്ടും വിളിച്ചു, അച്ഛാ, ദയവായിട്ട് ഒരിക്കൽ കൂടെ ആശുപത്രിയിലേക്ക് വരാമോ? അപ്പം ഞാൻ ഓർത്ത് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടുണ്ടാകും. ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ രാവിലെ മരണക്കിടക്കയിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരുന്ന സഹോദരൻ എഴുന്നേറ്റിരുന്ന് ഫയർമണി പോലെ കഞ്ഞു കുടിക്കുന്നതാണ് ഞാൻ കണ്ടത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, സഹോദര, എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈശോ, ഈശോ, ഈശോ എന്ന സ്വരം ഞാൻ കേട്ടു. പെട്ടെന്ന് എന്നിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോകുന്ന ഒരു അനുഭവമായിരുന്നു, ഒരു ഡെലിവറൻസിൻ്റെ അനുഭവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, അനന്യാസ് കരങ്ങൾ, സാവൂൾ എന്ന പൗലോസിന്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു അനുഭവമാണ്. എന്തോ ഒന്ന് ആ സാവൂളിൻ്റെ ദേഹത്തുനിന്ന് ചെതമ്പല് പോലെ എന്തോ ഒന്ന് വിട്ടുപോകുന്ന വചനം നാം കേട്ടതാണ്. ഇതാണ് യേശുനാമത്തിൻ്റെ ശക്തി. ലോകം മുഴുവനുമുള്ള വചനപ്രഘോഷകര്, സുവിശേഷകര്, പ്രേഷിതര്, അത് യുവജന പ്രേക്ഷിത പ്രവർത്തനമാകട്ടെ, കുട്ടികളോടുള്ള പ്രേക്ഷിത പ്രവർത്തനമാകട്ടെ, കുടുംബങ്ങളോടുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളാകട്ടെ, യേശുവിനെ അറിയാത്ത നാട്ടിലെ ദേശത്ത് പോയുള്ള സുവിശേഷ പ്രഘോഷണമാകട്ടെ, അപ്പോഴെല്ലാം കൈമുതലും കരുത്തുമാകുന്നത് യേശുനാമമാണ്.
പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി യേശു നാമത്തിന്റെ ശക്തി നമ്മളുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നിന്റെ ശക്തി ഈ പ്രേക്ഷിത മാസത്തില് സഭയോടൊപ്പം ഇറങ്ങി വരട്ടെ. സജിത് ജോസഫിനെ പോലുള്ള അനേകായിരങ്ങള്, റോബിൻ ആന്റണിയെ പോലുള്ള അനേക അഭിഷേകമുള്ള ശുശ്രൂഷകര് സഭയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. The power, Isho, power, power, power. Hallelujah, hallelujah, jayam jayame. Hallelujah, hallelujah, jayam Yeshuve. Hallelujah, hallelujah, jayam jayame. Hallelujah, hallelujah, jayam Yeshuve. രാജാധിരാജൻ കർത്താധികർത്തൻ സർവശക്തൻ മഹോന്നതൻ. രാജാധിരാജൻ കർത്താധികർത്തൻ സർവശക്തൻ മഹോന്നതൻ. മഹത്വം മഹത്വം എന്നേശുവേ, 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 മഹത്വം മഹത്വം എന്നേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ജയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ജയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം യേശുവേ. സ്നേഹസ്വരൂപ കൃപയുള്ളതീശ കരുണാസാഗരമേ. സ്നേഹസ്വരൂപ കൃപയിലധീശ കരുണാസാഗരമേ. സ്നേഹസ്വരൂപ കൃപയിലധീശ കരുണാസാഗരമേ. സ്നേഹസ്വരൂപ കൃപയിലധീശ കരുണാസാഗരമേ. മഹത്വം മഹത്വം എന്നേശുവേ, 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 മഹത്വം മഹത്വം എന്നേശുവേ. അസാധ്യമതല്ല സാധ്യമാക്കുന്നവൻ സർവശക്തൻ മഹോന്നതൻ. അസാധ്യമതെല്ലാം സാധ്യമാക്കുന്നവൻ സർവശക്തൻ മഹോന്നതൻ. അസാധ്യമതെല്ലാം സാധ്യമാക്കുന്നവൻ സർവശക്തൻ പരമോന്നതൻ. അസാധ്യമതെല്ലാം സാധ്യമാക്കുന്നവൻ സർവശക്തൻ പരമോന്നതൻ. മഹത്വം മഹത്വം എന്നേശുവേ, 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 മഹത്വം മഹത്വം എന്നേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ജയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയമേ.
സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈശോയുടെ മുൻപിൽ ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്ന നമ്മുടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി, ലോകം മുഴുവനുമുള്ള എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, ലോകം മുഴുവനുമുള്ള എല്ലാ മെത്രാന്മാർക്ക് വേണ്ടി, ലോകം മുഴുവനുമുള്ള എല്ലാ വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സന്യസ്തർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള ആത്മായ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ രൂപതകളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ ഇടവകകളെയും, എല്ലാ ഇടവക വികാരിയച്ചന്മാരെയും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. യേശു നാമത്തിൻ്റെ ശക്തി സഭയിലൂടെ ലോകത്തിൻ്റെ രക്ഷയുടെ അടയാളമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും യഥാർത്ഥത്തിലുള്ള കർത്താവിനെ തിരിച്ചറിയാത്ത അനേകായിരങ്ങൾ ലോകത്തിലുണ്ട് മക്കളെ. നമ്മുടെ നാവ് യേശുവിനെ കൊടുക്കാൻ പ്രാപ്തമാകണം. നമ്മുടെ ഹൃദയം യേശുവിനെ നൽകാൻ പ്രാപ്തമാകണം. അതിനുള്ള വരങ്ങളും കൃപകളും യാചിച്ചുകൊണ്ട് യേശുവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും ഇപ്പോൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദ കർമ്മ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാസഹനത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങേ തിരുശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളെന്ന് വണങ്ങുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്